പ്രേംദാസ് റിവോൾവിംഗ് ചെയറിൽ നിന്ന് എഴുന്നേറ്റ് മെല്ലെ മീരയുടെ അടുത്തേക്ക് ചെന്നു. മീരയുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ചോദിക്കാൻ ഞാൻ വിട്ടു. എവിടെ വീട്? പെരുമ്പാവൂർ. പക്ഷേ ടൗൺ വിട്ട വീട്. മീര ഇപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുകയല്ലേ? അതെ. ഏത് കോളേജിൽ? സെൻറ്റ് ജോസഫ്സ് വിമൻസ് കോളേജാണത്. സെൻറ്റ് ജോസഫ്സിലോ? ആശയത്തോടെ പ്രേംദാസ് ചോദിച്ചു. അതെ. ആതിര എന്നൊരു കുട്ടിയുണ്ട് അവിടെ. മീര അറിയുമോ അവളെ? ഫൈനൽ BA ഇംഗ്ലീഷിലെ ആതിര എസ് നായരാണോ? അതെ. ഞങ്ങൾ ഒരേ ഹോസ്റ്റലിൽ താമസിക്കുന്നത്. ഞാൻ ഗ്രൗണ്ട് ഫ്ലോറിലും ആതിര ഫസ്റ്റ് ഫ്ലോറിലും. അവൾ എൻ്റെ സിസ്റ്ററാണ്. അതുവോ? എനിക്കറിയില്ലായിരുന്നു. ഇത്തവണ മീരയാണ് ആശ്ചര്യപ്പെട്ടത്. നിങ്ങൾ തമ്മിൽ പരിചയമുണ്ടോ? തമ്മിലറിയാം. കാണുമ്പോൾ ചിരിക്കുക, അത്രയേ ഉള്ളൂ. കണ്ടാൽ ഈ ബ്രദറിൻ്റെ സിസ്റ്റർ ആതിരയെന്ന് തോന്നത്തേയില്ല. അതെന്താ? എപ്പോഴും ഗ്ലൂമിയ ആതിര. അധികം ഫ്രണ്ട്സ് ഇല്ല. ആവശ്യത്തിൽ കവിഞ്ഞ് ആരോടും സംസാരിക്കത്തില്ല. എപ്പോൾ കണ്ടാലും മനസ്സിൽ ഏതോ ദുഃഖമുണ്ടെന്ന് തോന്നും. ആരാ അവളുടെ ക്ലോസ് ഫ്രണ്ട്? ഗായത്രി. റൂംമേറ്റാണ്. അപ്പോൾ അവൾക്ക് ബോയ് ഫ്രണ്ട്സ് ഇല്ലെന്നർത്ഥം അല്ലേ? തമാശ മട്ടിൽ പ്രേംദാസ് ചോദിച്ചു. ഇല്ല. മീരയ്ക്കോ? ഇല്ല, ലജ്ജയോടെ അവൾ പറഞ്ഞു. ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. ഇനി മീര പോയിക്കോളൂ. വാതിൽ തുറന്ന് അവൾ പുറത്തേക്കിറങ്ങി. വൈകുന്നേരം കോളേജ് വിട്ട് ഗായത്രി ഹോസ്റ്റലിലെത്തിയപ്പോൾ റൂമിൽ ആതിരയുണ്ടായിരുന്നു. വാഗ്മാനിയിൽ പാട്ട് കേട്ടുകൊണ്ട് ഉയർത്തിവെച്ച തലയിണയിൽ ചാരി അവൾ കട്ടിലിൽ ഇരിക്കുന്നു. കയ്യിലൊരു നോവൽ. നീ എപ്പം വന്നു ആതിരെ? ബുക്കുകൾ മേശപ്പുറത്ത് വെച്ചുകൊണ്ട് ഗായത്രി ചോദിച്ചു. ഞങ്ങൾക്ക് ലാസ്റ്റ് പീരീഡ് ഫ്രീ ആയിരുന്നു. നിന്നെ വിളിക്കാൻ വന്ന് നോക്കിയപ്പോൾ നീ ലാബിലാണ്. ഞാനിങ്ങ് പോന്നു. എന്നിട്ട് ഇവിടെ വന്ന് പാട്ട് കേട്ട് നോവലും വായിച്ച് ഇരിക്കുക. ആനുവൽ എക്സാമിന് ഇനി എത്ര ദിവസമുണ്ട്? കഷ്ടിച്ച് 3 മാസം. ആ വിചാരം വലുതുമുണ്ടോ നിനക്ക്? ആതിര അവളെ നോക്കി ഒന്ന് മന്ദഹസിച്ചു. അതിലും വലിയ പരീക്ഷ എനിക്ക് തുടങ്ങിക്കഴിഞ്ഞില്ലേ മോളെ. പിന്നെ ഞാനെന്തിനാ വെറുതെ? നിന്റെ നാവിൽ ഇത് മാത്രമേ വരുള്ളൂ ആതിരെ. നിനക്കെന്താ നല്ല കാര്യങ്ങളൊന്നും ചിന്തിക്കാൻ പറ്റത്തില്ലേ? ഗായത്രി അവളെ ശാസിച്ചു. ആനുവൽ എക്സാമിന് ഇനി 3 മാസമില്ലേ? അതിനുള്ളിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നിനക്ക് വല്ല നിശ്ചയമുണ്ടോ? എനിക്ക് നല്ല നിശ്ചയമുണ്ട്. അതിരിക്കട്ടെ, നീ ചായ കുടിച്ചോ? ഇല്ല, ഞാനത് മറന്നു. എന്നാൽ വാ. അവർ കോണിപ്പടികളിറങ്ങി മെസ് ഹാളിലേക്ക് ചെന്നു. ചില പെൺകുട്ടികൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരൊഴിഞ്ഞ മേശക്കരികെ അവരും ചെന്നിരുന്നു. സാറമ്മ ചേർത്തി ചായയും ഉഴുന്നുവടയും കൊണ്ടുവന്നു കൊടുത്തു. അപ്പോഴാണ് മെസ് ഹാളിലിരുന്ന സന്ധ്യ അവരെ കണ്ടത്. ഗായത്രി ചേച്ചിക്ക് ഒരു കത്തുണ്ട്, അവൾ വിളിച്ചു പറഞ്ഞു. എവിടെ? ലെറ്റർ ബോർഡിൽ കിടപ്പുണ്ട്. ചായ കുടിച്ചു കഴിഞ്ഞ് മുറിയിലേക്ക് പോകും വഴി അവർ ഓഫീസിൻ്റെ മുന്നിലെ ഭിത്തിയിൽ ഉറപ്പിച്ചിട്ടുള്ള ലെറ്റർ ബോർഡിൽ നിന്ന് ഗായത്രിക്കുള്ള കത്തെടുത്തു. ഗായത്രിക്ക് ധാരാളം കത്തുകൾ വരാറുണ്ട്. വീട്ടിൽ നിന്ന് അച്ഛൻ്റെ, അമ്മയുടെ, അഞ്ചത്തി ഗംഗയുടെ, ഡൽഹിയിലുള്ള ചേച്ചിയുടെ, ദുബായിലുള്ള ചേട്ടൻ്റെ, സിംഗപ്പൂരിലുള്ള ചെറിയച്ഛൻ്റെ. ആതിരയ്ക്ക് ആരും എഴുതാറില്ല. ആരെങ്കിലും തനിക്കൊരു കത്തയച്ചെങ്കിലെന്ന് ചിലപ്പോഴൊക്കെ അവൾ ആശിക്കാറുണ്ട്. മുറിയിൽ ചെന്ന് കഴിഞ്ഞാണ് ഗായത്രി കത്ത് തുറന്ന് വായിച്ചത്. മേൽവിലാസം എഴുതിയ കയ്യക്ഷരം കണ്ടപ്പോഴേ അത് അമ്മയുടെ കത്താണെന്ന് അവൾക്ക് മനസ്സിലാക്കിയിരുന്നു. ആഹ്ലാദത്തോടെ അവൾ കത്ത് വായിക്കുന്നത് നോക്കി ആതിര നിശബ്ദയായിരുന്നു. വീടിനടുത്തുള്ള അമ്പലത്തിൽ ഉത്സവത്തിന് കൊടിയേറിയത്രേ. അടുത്ത ഞായറാഴ്ചയാണ് ആറാട്ട്. ചെല്ലണമെന്ന് അമ്മ എഴുതിയിരിക്കുന്നു. കത്ത് വായിച്ചിട്ട് ഗായത്രി പറഞ്ഞു. പോണുണ്ടോ നീ? നീ വായിച്ചു നോക്ക്, എന്നിട്ട് പറ. കത്ത് നീട്ടിക്കൊണ്ട് അവൾ പറഞ്ഞു. അത് വേണ്ട, നിനക്ക് വന്ന കത്ത് വായിക്കുമ്പോൾ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും. ആതിര മടിച്ചു. എനിക്ക് മാത്രമുള്ള കത്തല്ലിത്. ഗായത്രി മോളുടെ പ്രിയ സ്നേഹിത ആതിര നായർ വായിക്കാൻ കൂടാ അമ്മ എഴുതിയേക്കണേ. തൂവെള്ള കടലാസിൽ നീല മഷി കൊണ്ട് കുഞ്ഞു കുഞ്ഞെ എഴുതിയിരിക്കുന്ന ആ കത്ത് ആതിര വായിച്ചു നോക്കി. ഗായത്രി മോൾ അറിയുന്നതിന് അമ്മ എഴുതുന്നത്. മോളയച്ച കത്ത് കിട്ടി. പരീക്ഷയ്ക്ക് ഇനി 3 മാസം കൂടിയേ ഉള്ളൂ എന്നറിഞ്ഞു. 1 മാസം കൂടി കഴിഞ്ഞാൽ ക്ലാസ്സുകൾ തീരുമല്ലോ. സ്റ്റഡി ലീവ് തുടങ്ങിയാൽ മോളിങ് പോരണം. ഹോസ്റ്റലിലെ ബഹളങ്ങളൊന്നുമില്ലാതെ ഇവിടെ ഇരുന്ന് സ്വസ്ഥമായി പഠിക്കാം. അവിടെ നല്ല ഭക്ഷണം കിട്ടാതെ ഉറക്കം വിളിച്ചുള്ള പഠിപ്പും കൂടിയായാൽ ക്ഷീണിച്ചു പോകും. ശരീരം കൂടി നോക്കണ്ടേ? ഇവിടെ നമ്മുടെ കുളങ്ങര അമ്പലത്തിൽ ഇന്നലെ കൊടിയേറി. അടുത്ത ഞായറാഴ്ചയാണ് ആറാട്ട്. അതുകൊണ്ട് അത്യാവശ്യമായും ശനിയാഴ്ച രാവിലെ നീ ഇങ്ങോട്ട് പോരണം. നമ്മുടെ പരദേവമല്ല ദേവി കൊടിയേറി കിടക്കുമ്പം നീ വന്ന് തൊഴുതിട്ട് പോകാതിരിക്കുന്നത് നന്നല്ല. പിന്നൊരു കാര്യം, വരുമ്പോൾ നീ തനിച്ചു വന്നാൽ പോരാ. മോളുടെ കൂട്ടുകാരി ആതിരയെ കൂടി നിർബന്ധമായും കൊണ്ടുവരണം. നമ്മുടെ വീട്ടിൽ ഇതുവരെ നിന്റെ കൂട്ടുകാരി വന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് അമ്മ ആതിരയെ പ്രത്യേകം ക്ഷണിക്കുകയാണ്. ഈ കത്ത് മോൾ ആതിരയെ കാണിക്കണം. വരുന്ന വിവരത്തിന് കത്തയക്കാൻ മറക്കരുത്. കവലയിൽ അച്ഛൻ വന്ന് കാത്തു നിൽക്കും. കത്ത് ചുരുക്കുന്നു. ശനിയാഴ്ച നിങ്ങൾ രണ്ടുപേരും വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം അമ്മ സുശീല. കത്ത് വായിച്ചിട്ട് ആതിര ഗായത്രിയെ നോക്കി. എന്ത് പറയുന്നു മിസ് ആതിര നായർ? ഗായത്രി ചോദിച്ചു. ഞാൻ വരണോ മോളെ? നമ്മൾ രണ്ടുപേരും കൂടി ശനിയാഴ്ച രാവിലെ എൻ്റെ വീട്ടിലേക്ക് പോകുന്നു. ബസ്സിൽ 2 മണിക്കൂർ യാത്ര. പ്രകൃതി സുന്ദരമായ എൻ്റെ ഗ്രാമത്തിൽ നമ്മൾ വണ്ടി ഇറങ്ങുന്നു. ഓക്കെ? വരാൻ എനിക്ക് ആഗ്രഹമുണ്ട് ഗായത്രി, പക്ഷേ. ഒരു പക്ഷേയുമില്ല. ശനിയാഴ്ച നമ്മൾ പോകുന്നു. സംശയലേശമില്ലാതെ ഗായത്രി പറഞ്ഞു. ഗായത്രിയുടെ വീട്ടിലേക്ക് പോകുന്നതിൽ ആതിരയ്ക്ക് സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. അവളുടെ അച്ഛനും അമ്മയും അനുജത്തിയും ഒക്കെ പലതവണ ഹോസ്റ്റലിൽ വന്നിട്ടുണ്ട്. അവരെ കണ്ടിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടുണ്ട്. സ്നേഹസമ്പന്നരുമാണ്. ചെന്നാൽ നല്ല സ്വീകരണവും കിട്ടും.
അവളെ ഭയപ്പെടുത്തിയത് മറ്റൊരു ചിന്തയാണ്. ഗായത്രിയുടെ വീട്ടിൽ പോയാൽ പകരം അവളെ തൻ്റെ വീട്ടിലേക്കും ക്ഷണിക്കണ്ടേ? അതാണ് മര്യാദ. തൻ്റെ വീട്ടിലേക്ക് എങ്ങനെ കൊണ്ടുപോകും? അതൊരു വീടാണോ? വീടിനെക്കുറിച്ച് അധികമൊന്നും ഗായത്രിയോട് പറഞ്ഞിട്ടില്ല. തൻ്റെ മമ്മിയും ഡാഡിയും ഒരുപാട് ചുമതലകളുള്ള ഉന്നത ഉദ്യോഗസ്ഥരാണെന്ന് ഗായത്രിക്കറിയാം. ആകെ 2-3 തവണയാണ് കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ മമ്മി ഹോസ്റ്റലിൽ വന്നിട്ടുള്ളത്. ഡാഡിയാണെങ്കിൽ ഒരിക്കലും വന്നിട്ടേയില്ല. പ്രേമേട്ടൻ മാത്രം വന്നിട്ടുണ്ട് 4-5 തവണ. പക്ഷേ എത്രയോ തവണ ഗായത്രിയെ കാണാൻ അവളുടെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട്. വരുമ്പോഴൊക്കെ വീട്ടിലുണ്ടാക്കിയ മധുരപലഹാരങ്ങളും അച്ചാറുകളും ഉപ്പേരിയും മറ്റു സമ്മാനങ്ങളും കയ്യിൽ കരുതാറുണ്ട്. ഗായത്രി നോട്ട്ബുക്കിൽ നിന്ന് ഒരു കടലാസ് ചീന്തിയെടുത്ത് അപ്പോൾ തന്നെ മറുപടി എഴുതി. അത് കവറിലിട്ട് ഒട്ടിക്കും മുമ്പ് അവൾ ആതിരയെ കാണിച്ചു. ശനിയാഴ്ച ആതിരയുമൊത്ത് വീട്ടിലേക്ക് വരുന്നു എന്നായിരുന്നു അതിൻ്റെ ഉള്ളടക്കം. ആതിര എതിർപ്പൊന്നും പറഞ്ഞില്ല. പിറ്റേ ദിവസം രാവിലെ കോളേജിലേക്ക് പോകും വഴി ഗായത്രി ആ കത്ത് പോസ്റ്റ് ചെയ്തു. അന്ന് സന്ധ്യയ്ക്ക് ആതിരയ്ക്ക് ഒരു ടെലിഫോൺ കോൾ വന്നു. പ്രേമേട്ടനായിരിക്കും വിളിക്കുന്നതെന്ന് വിചാരിച്ചാണ് അവൾ ഫോണിനടുത്തേക്ക് ചെന്നത്. പക്ഷേ ദിനേശായിരുന്നു അത്. ഞാനാണെന്ന് ആതിര വിചാരിച്ചില്ല അല്ലേ? അയാൾ ചോദിച്ചു. എന്തിനാണ് ദിനേശ് ഇപ്പോൾ എന്നെ വിളിച്ചത്? വെറുതെ. എത്ര നാളായി ഞാൻ ഈ സ്വരമൊന്ന് കേട്ടിട്ട്. എന്തായാലും ഇത്തവണ ആതിര വന്നുല്ലോ, സന്തോഷമായി. ആതിരയ്ക്ക് എന്തിനാണ് എന്നോട് ഇത്ര വെറുപ്പ്? എനിക്ക് ആരോടും വെറുപ്പൊന്നുമില്ല. പിന്നെന്താ എന്നെ അവോയ്ഡ് ചെയ്യുന്നേ? നേരത്തെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. ഒക്കെ ദിനേശിൻ്റെ തോന്നല. ഞാൻ ആരെയും അവോയ്ഡ് ചെയ്യുന്നില്ല. അടുത്ത സൺഡേ ഞാൻ ഹോസ്റ്റലിലേക്ക് വരട്ടെ? എനിക്ക് ചില കാര്യങ്ങൾ ആതിരയോട് സംസാരിക്കാനുണ്ട്. വേണ്ട, അന്ന് ഞാനിവിടെ ഉണ്ടാവില്ല. എവിടെ പോകുക ആതിര? ഞാൻ ഗായത്രിയുടെ വീട്ടിലേക്ക് പോകുന്നു. ഞാനും കൂടി വരട്ടെ? ദിനേശ് കളിയായി ചോദിച്ചു. അയ്യേ, നാണമില്ലേ പെണ്ണുങ്ങളുടെ കൂടെ? ആ ഓർമ്മയിൽ അവൾ അറിയാതെ ചിരിച്ചുപോയി. അവളുടെ ചിരി കേട്ടപ്പോൾ അയാൾക്ക് സന്തോഷമായി. ശരി, ആതിരയെ ഞാൻ അധികം ശല്യപ്പെടുത്തുന്നില്ല, വയ്ക്കുകയാണ്. ഒരു ദീർഘനിശ്വാസത്തോടെ റിസീവർ വച്ചു. പാവം ദിനേശ് ആത്മാർത്ഥതയുള്ളവനാണ്. അതുതന്നെയായിരുന്നു സങ്കടവും. ശനിയാഴ്ച രാവിലെ ആതിരയെയും കൊണ്ട് ഗായത്രി അവളുടെ വീട്ടിലേക്ക് യാത്ര തിരിച്ചു. 9 മണിയായപ്പോൾ നാട്ടിലെ കവലയിൽ അവർ ബസ്സിറങ്ങി. രാധാകൃഷ്ണ മേനോൻ അവരെയും പ്രതീക്ഷിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. പോസ്റ്റ് മാസ്റ്ററാണ് ഗായത്രിയുടെ അച്ഛൻ. യാത്രയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു ആതിരെ? അദ്ദേഹം ചോദിച്ചു. സുഖമായിരുന്നു, അവൾ പറഞ്ഞു. വീട്ടിലെല്ലാവരും നിങ്ങളെ കാത്തിരിക്കുകയാണ്. വാ, സമയം കളയണ്ട. അദ്ദേഹം രണ്ടുപേരുടെയും എയർ ബാഗ് വാങ്ങിപ്പിടിച്ച് ഒരു ഓട്ടോ വിളിച്ചു. വീണ്ടും 1 കിലോമീറ്റർ യാത്ര. കൊയ്ത്തു കഴിഞ്ഞ വയലുകൾ, ആമ്പൽക്കുളങ്ങൾ, കാവുകൾ, കരിമ്പിത്തോട്ടങ്ങൾ. നല്ല ഭംഗിയുള്ള ഗ്രാമമായിരുന്നു ഗായത്രിയുടേത്. വീട്ടിലെത്തിയപ്പോൾ ഓട്ടോറിക്ഷയുടെ ശബ്ദം കേട്ട് ഗായത്രിയുടെ അമ്മ ഇറങ്ങി വന്നു. സന്തോഷത്തോടെ അവർ ആതിരയുടെ കൈപ്പിടിച്ചു. ഞാനൊരു കത്തയച്ചപ്പോഴേക്കും മോൾ വന്നൂലോ. അമ്മ പറഞ്ഞാൽ ഞാൻ വരാണ്ടിരിക്കുമോ? അറയും പുരയുമുള്ള തറവാടായിരുന്നു ഗായത്രിയുടേത്. ആറ്റുമണ്ണിൽ വിരിച്ച വിശാലമായ മുറ്റം. അതിരിൽ ചെമ്പരത്തി, നന്ദ്യാർവട്ടം, തുളസി, മന്ദാരം, കനകാംബരം. പറമ്പിൽ പല വൃക്ഷങ്ങൾ. നല്ല കുളിർമയുള്ള അന്തരീക്ഷം. മുമ്പ് ഈ നാട്ടിലെവിടെയെങ്കിലും വന്നിട്ടുണ്ടോ ആതിര? സുശീല ചോദിച്ചു. ഇല്ലമ്മേ. വിശേഷങ്ങൾ ചോദിക്കാൻ ഇനി ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ. സുശീലേ, നീ അതേ കുട്ടികൾക്ക് ചായ കൊടുക്ക്. വെളുപ്പിനെ തിരിച്ചതല്ലേ, ഇതുവരെ ജലപാനം പോലും കഴിച്ചു കാണത്തില്ല രണ്ടാളും, രാധാകൃഷ്ണ മേനോൻ പറഞ്ഞു. വാ മക്കളെ. ആതിരയെയും ഗായത്രിയെയും കൊണ്ട് സുശീല അകത്തേക്ക് പോയി. ഉത്സാഹത്തോടെ ഗംഗയും കൂടെ ചെന്നു. ഗംഗ പ്രീതിയിരിക്കല്ലേ? ആതിര ചോദിച്ചു. അതെ ചേച്ചി. കളിയും ചിരിയും വർത്തമാനവുമായിട്ടാണ് അവർ പ്രാതൽ കഴിച്ചത്. ആതിരയോട് സംസാരിക്കാൻ ആദ്യം ഗംഗയ്ക്ക് സങ്കോചമായിരുന്നു. പക്ഷേ വളരെ പെട്ടെന്ന് അവർ തമ്മിലടുത്തു. എനിക്ക് ഓഫീസിൽ പോകാൻ നേരമായി. ഉച്ചയ്ക്ക് ഉണ്ണാൻ ഞാനിങ്ങെത്തും കേട്ടോ ആതിരെ, രാധാകൃഷ്ണൻ വന്നു പറഞ്ഞു. അവൾ തലകുലുക്കി. പിന്നെ ആതിരയും കൊണ്ട് ഗായത്രി അവളുടെ മുറിയിലേക്ക് പോയി. ഗംഗയും കൂടെ ചെന്നു. നാട്ടുകാര്യങ്ങളും കോളേജിലെ വിശേഷങ്ങളും പറഞ്ഞ് അവർ കുറേ നേരം ഇരുന്നു. അടുക്കളയിൽ നിന്ന് വറുക്കലിൻ്റെയും പൊരിക്കലിൻ്റെയും മണം വരുന്നുണ്ടായിരുന്നു. സദ്യ ഒരുങ്ങുകയാണ്. സുശീലയെ സഹായിക്കാൻ പണിക്കാരത്തിയുണ്ട്. പെട്ടെന്ന് സുശീല മുറിയിലേക്ക് വന്നു. ആതിരയ്ക്ക് എന്ത് പായസമാണ് ഇഷ്ടം? സേമിയയോ അടപ്രഥമനോ അതോ പാലടയോ? അവർ ചോദിച്ചു. എല്ലാം എനിക്കിഷ്ടമാണമ്മേ. പാലടയാണമ്മേ ആതിരയ്ക്ക് കൂടുതൽ ഇഷ്ടം, ഗായത്രി പറഞ്ഞു. പുഞ്ചിരിയോടെ സുശീല അടുക്കളയിലേക്ക് മടങ്ങി. ലൗഡ് സ്പീക്കറിലൂടെ അമ്പലത്തിൽ നിന്ന് ഓട്ടംതുള്ളലിൻ്റെ പാട്ട് ഒഴുകി വരുന്നുണ്ടായിരുന്നു. അമ്പലത്തിൽ നമുക്ക് വൈകുന്നേരം പോകാം. ഇപ്പോൾ ചെറിയമ്മയെ കണ്ടിട്ട് വരാം, ഗായത്രി പറഞ്ഞു. ശരിയാ, ചേച്ചിയുടെ കൂട്ടുകാരി വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ മുതൽ നോക്കിയിരിക്കുക ചെറിയമ്മ, ഗംഗ പറഞ്ഞു. അതിൻ്റെ കാര്യം അറിയോ നിനക്ക്? ചെറിയമ്മയ്ക്ക് 2 ആൺമക്കളാ, മധുവേട്ടനും ചന്ദ്രനും. മധുവേട്ടന് പറ്റിയ ഒരു പെണ്ണിനെ നോക്കി നടക്കുക ചെറിയമ്മ, ആതിരയോട് ഗായത്രി പറഞ്ഞു. കുരുത്തക്കേടൊന്ന് ഒപ്പിക്കല്ലേ നീ, ആതിര മുന്നറിയിപ്പ് കൊടുത്തു. ആതിരയും ഗംഗയും ചിരിച്ചു. 2 വീടുകൾക്കപ്പുറത്തായിരുന്നു ചെറിയമ്മയുടെ വീട്. വലിയ ഗേറ്റ്, ഇരുനില മാളിക, സ്വീകരണമുറിയിൽ സിംഗപ്പൂർ കൗതുക വസ്തുക്കൾ. ആതിരയും ഗായത്രിയും കൂടിയാണ് ചെന്നത്. ചെറിയമ്മേ, ഇതാണ് എൻ്റെ കൂട്ടുകാരി ആതിര. അവൾ ചെറിയമ്മയ്ക്ക് ആതിരയെ പരിചയപ്പെടുത്തി കൊടുത്തു. അതെനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായില്ലേ? സുശീല ചേച്ചി ഒരാഴ്ച മുമ്പേ ഒരുക്കം തുടങ്ങിയതാ, മോളും കൂട്ടുകാരിയും വരുന്നുണ്ടെന്നും പറഞ്ഞ്. പച്ചക്കറിയുള്ള മുണ്ടും നേരിയതും ബ്ലൗസുമായിരുന്നു ചെറിയമ്മയുടെ വേഷം. നെറ്റിയിൽ ചന്ദനക്കുറി, ഐശ്വര്യമുള്ള മുഖം. വളരെ സ്നേഹത്തോടെയാണ് ചെറിയമ്മ ആതിരയോട് പെരുമാറിയത്. 2 പേർക്കും അവർ ചായയും പലഹാരങ്ങളും കൊടുത്തു. സിംഗപ്പൂരിൽ നിന്ന് കൊണ്ടുവന്ന ഭംഗിയുള്ള ഗ്ലാസുകളും പ്ലേറ്റുകളും. എവിടെ ആതിരയുടെ വീട്? ചെറിയമ്മ ചോദിച്ചു. അവർ സ്ഥലം പറഞ്ഞു.
അവിടെ ഡെൽറ്റ ഇലക്ട്രിക്കൽസ് എന്നൊരു വലിയ കമ്പനി ഉണ്ടല്ലോ, അതിനടുത്താണോ? അതിനടുത്താണ്. ചെറിയമ്മ വന്നിട്ടുണ്ടോ അവിടേക്ക്? പെട്ടെന്ന് ചെറിയമ്മയുടെ മുഖത്ത് ഒരു നിഴൽ പരന്നു. ഉണ്ടോന്നോ? 4-5 കൊല്ലം ഞങ്ങൾ അവിടെയാണ് താമസിച്ചത്. മധുവിൻ്റെയും ചന്ദ്രൻ്റെയും അച്ഛനെന്ന് ആ കമ്പനിയിൽ എഞ്ചിനീയറായിരുന്നു. ഒരു രാക്ഷസി കാരണമാ അവിടുന്ന് രാജിവെക്കേണ്ടി വന്നത്. രാജിവെച്ചതല്ല, ഞാൻ വെപ്പിച്ചതാ. രാക്ഷസിയോ? രാക്ഷസിയല്ല, തടിമിടുക്കുള്ള ആണുങ്ങളെ ചോരയൂറ്റി കുടിക്കുന്ന രക്തരക്ഷസ്. മൃണാളിനി എന്നാണ് അവളുടെ പേര്. മോളറിയുമോ അവളെ? ആതിര പ്രതിമയെപ്പോലെ ഇരുന്നു. ആതിര മെല്ലെ തല തിരിച്ചു നോക്കി. ഭാഗ്യത്തിന് ഗായത്രി അടുത്തെങ്ങുമില്ല. സിറ്റൗട്ടിൽ ചെന്നിരുന്ന് ഒരു ക്യാമറയിൽ ഫിലിം ലോഡ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് അവൾ. മമ്മിയുടെ പേര് മൃണാളിനിയാണെന്നാണെന്ന് ഗായത്രിക്ക് അറിയാമോ എന്ന് സംശയമാണ്. ഡെൽറ്റ ഇലക്ട്രിക്കൽസിലെ പബ്ലിക് റിലേഷൻസ് മാനേജറാണ് മമ്മിയെന്നും അവൾക്കറിയാമെന്ന് തോന്നുന്നില്ല. എന്നാലും മമ്മി രാക്ഷസിയാണ്, രക്തരക്ഷസാണ്. പുരുഷന്മാരുടെ ചോരയും നീരും ഊറ്റി കുടിക്കുന്നവളാണ്. വർഷം 10-15 എന്നിട്ടും ഞാനൊന്നും മറന്നിട്ടില്ല. റെയിൽവേ സ്റ്റേഷൻ റോഡിൽ ഹിൽവ്യൂ വില്ല എന്ന പേരുള്ള ഒരു വീടുണ്ട്. കമ്പനി എടുത്തു തന്ന ആ വീട്ടിലാണ് ഞങ്ങളന്ന് താമസിച്ചിരുന്നത്. മധുവിന് അന്ന് 10ഉം ചന്ദ്രന് 7ഉമാണ് പ്രായം. അവരുടെ അച്ഛൻ ഡെൽറ്റയിൽ ഡിസൈൻ എഞ്ചിനീയറും. ഗായത്രിയുടെ ചെറിയമ്മ ഒരു നിമിഷം പഴയ ഓർമ്മകളിൽ മുഴുകിയിരുന്നു. ഹിൽവ്യൂ വില്ല എന്ന വീട് ആതിരയ്ക്കറിയാം. ആർമിയിൽ നിന്ന് പിരിഞ്ഞു വന്ന ഒരു കേണൽ PK നായരാണ് ഇപ്പോൾ അവിടെ താമസിക്കുന്നത്. അതിസുന്ദരിയായിരുന്നു ആ സ്ത്രീ. നല്ല പെരുമാറ്റം, ആർക്കായാലും ഇഷ്ടം തോന്നിപ്പോകും. ഞങ്ങൾ വളരെ പെട്ടെന്ന് കൂട്ടുകാരികളായി. അവർ ഞങ്ങളുടെ വീട്ടിൽ വരുമായിരുന്നു, ഞങ്ങൾ അവരുടെ വീട്ടിലും പോകും. പക്ഷേ കാണാമറയത്ത് നടന്ന പ്രണയ നാടകം മനസ്സിലാക്കാൻ ഞാൻ വൈകി. ആതിര മനസ്സുകൊണ്ട് പെട്ടെന്നൊരു കണക്കുകൂട്ടൽ നടത്തി. 15 വർഷം. തനിക്കന്ന് 4-5 വയസ്സാണ് പ്രായം. ഒരു പക്ഷേ ഈ സ്ത്രീ ചോക്ലേറ്റ് കൊണ്ടുവന്ന് തന്നു കാണും. പക്ഷേ പകരം ഈ സ്ത്രീയുടെ കവിളിൽ താൻ ഉമ്മയും കൊടുത്തു കാണും. ഈശ്വര! അറിയാതെ ആതിരയുടെ ഉള്ളം കൈ വിയർത്തു. ഒരിക്കൽ എന്തോ ആവശ്യത്തിന് മധുവിനെയും ചന്ദ്രനെയും കൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ വീട്ടിൽ പോയി. മോളെ, പ്രതീക്ഷിച്ചതിലും ഒരു ദിവസം നേരത്തെ തിരിച്ചെത്തുകയും ചെയ്തു. അതാണ് കുഴപ്പമായത്. വീട്ടിൽ വന്നപ്പോൾ ബാക്കി പറയാതെ ഗായത്രിയുടെ ചെറിയമ്മ ഒന്ന് നിർത്തി. പറഞ്ഞില്ലെങ്കിലും ആതിരയ്ക്കെല്ലാം ഊഹിക്കാൻ കഴിഞ്ഞു. സീതാദേവിയെപ്പോലെ ഭൂമി പിളർന്ന് അപ്രത്യക്ഷയാകാൻ കഴിഞ്ഞെങ്കിലെന്ന് ഞാൻ ആശിച്ചു പോയി. സ്വന്തം മമ്മിയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ മക്കൾ കേൾക്കേണ്ടി വരിക. മൃണാളിനി എന്ന ആ സ്ത്രീയുടെ മകളാണ് തൻ്റെ മുന്നിലിരിക്കുന്ന ഈ പെണ്ണ് എന്ന് ചെറിയമ്മ അറിഞ്ഞാൽ ആ നിമിഷത്തിൽ തന്നെ ആട്ടിപ്പുറത്താക്കും. ഉള്ളിലെ സംഘർഷം പുറമെ പ്രകടമാകാതിരിക്കാൻ പാടുപെട്ട് ആതിരയായിരുന്നു. ഞാൻ ഇതുവരെ ഇതൊന്നും ആരോടും പറഞ്ഞിട്ടില്ല മോളെ. എന്തിനാണ് ഇതിപ്പോൾ നിന്നോട് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. മുജന്മബന്ധം പോലെ എന്തോ ഒരിഷ്ടം നിന്നോട് എനിക്ക് തോന്നിപ്പോകുന്നു. അല്ലെങ്കിൽ സ്വന്തം ഭർത്താവിൻ്റെ രഹസ്യബന്ധത്തെക്കുറിച്ച് ഏതെങ്കിലും ഭാര്യ തുറന്നു പറയുമോ? ഞാനിതൊന്നും ആരോടും തുറന്നു പറയില്ല ചെറിയമ്മേ. മോൾ ഈ സ്ത്രീയെ അറിയുമോ? ഇല്ല, അവൾ പാടുപെട്ട് പറഞ്ഞു. സ്വന്തം അമ്മയെ. അല്ലെങ്കിൽ എന്തിനാണ് ഇനി അതൊക്കെ അന്വേഷിക്കുന്നത്? ഒരാവശ്യവുമില്ല. എങ്കിലും ഒന്നും മറക്കാൻ കഴിയുന്നില്ല. ചെറിയച്ഛൻ ഇനി എന്നാണ് വരിക? ആതിര വെറുതെ ചോദിച്ചു. അടുത്ത ഓഗസ്റ്റിൽ വന്നേക്കും. എല്ലാ കൊല്ലവും ഓണം അടുപ്പിച്ചാണ് വരാറുള്ളത്. അവിടെ തനിച്ചാണോ ചെറിയച്ഛൻ? അല്ല, എൻ്റെ ഒരു അമ്മാവനും അമ്മായിയുമുണ്ട്. ഈ സ്വഭാവം ഉണ്ടായപ്പോൾ ഞാൻ വളരെ സങ്കടപ്പെട്ട് അമ്മായിക്ക് എഴുതി. അവിടെ ഒരു ജോലി ശരിയാക്കിയിട്ട് ഉടൻ ചെല്ലാൻ അമ്മായി അറിയിച്ചെങ്കിലും മധുവിൻ്റെ അച്ഛൻ ഡെൽറ്റയിൽ നിന്ന് രാജിവെക്കാൻ തയ്യാറായില്ല. ഒടുവിൽ ഞാൻ മരിച്ചു കളയും എന്ന് പറഞ്ഞപ്പോഴാണ്. ചെറിയമ്മ ഒരു ആൽബം എടുത്തുകൊണ്ടുവന്ന് അവളെ കാണിച്ചു. ചെറിയച്ഛൻ്റെതടക്കം എല്ലാവരുടെയും ഫോട്ടോ ഉണ്ടായിരുന്നു അതിൽ. ആൽബത്തിൻ്റെ ഒരു പേജിൽ നിന്ന് ഏതോ ഒരു ഫോട്ടോ ഇളക്കി മാറ്റിയിരുന്നു. എന്തോ ഓർത്തു ചെറിയമ്മ പെട്ടെന്ന് എഴുന്നേറ്റ് അകത്തെ മുറിയിലേക്ക് പോയി. ആൽബത്തിൻ്റെ ബാക്കി താളുകൾ മറിച്ചു നോക്കിക്കൊണ്ട് ആതിരയായിരുന്നു. ആരെയോ ക്യാമറയിൽ പകർത്താൻ ഗായത്രി ശ്രമിക്കുന്നതിൻ്റെ കോലാഹലം മുറ്റത്ത് കേൾക്കാമായിരുന്നു. ഗായത്രിയുടെ ചെറിയമ്മ ഉടൻ തന്നെ മടങ്ങി വന്നു. ഇത്തിരി പഴക്കം തോന്നിക്കുന്ന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോയുമായിട്ടാണ് അവർ വന്നത്. അവർ അത് അവളെ കാണിച്ചു. 8-10 പേരുടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ. 2 സ്ത്രീകൾ, ബാക്കി എല്ലാവരും പുരുഷന്മാർ. പശ്ചാത്തലത്തിൽ പുകക്കുഴലുമായി ഒരു ഫാക്ടറി. ഇതാണ് ഞാൻ പറഞ്ഞ മൃണാളിനി. സ്ത്രീകളുടെ ഒരാളെ ചൂണ്ടിക്കാട്ടി ചെറിയമ്മ പറഞ്ഞു. ആതിര ആ ഫോട്ടോയിലേക്ക് ഉറ്റുനോക്കി. അവളുടെ ഹൃദയമിടിപ്പിൻ്റെ വേഗത കൂടി. 15 വർഷം മുമ്പുള്ള മമ്മിയാണ് ഫോട്ടോയിൽ. യൗവനത്തിൻ്റെ ചൈതന്യം നിറഞ്ഞ മുഖവുമായി. ആതിര എവിടെയെങ്കിലും വെച്ച് എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ സ്ത്രീയെ? ഇല്ലെന്ന് അവൾ തലയാട്ടി. മധുവിൻ്റെ അച്ഛൻ കാണാതിരിക്കാൻ വേണ്ടി ഞാൻ ഇളക്കിയെടുത്ത് മാറ്റിവെച്ചതാ ഈ ഫോട്ടോ. ഇതിലേതാ ഗായത്രിയുടെ ചെറിയച്ഛൻ? ആതിര ചോദിച്ചു. ചെറിയമ്മ ഒരു ചെറുപ്പക്കാരനെ തൊട്ട് കാണിച്ചു. വീതി കുറഞ്ഞ മേൽമീശയും ഇടതുവശത്തേക്ക് ചീകി വെച്ച മുടിയുമുള്ള ഒരു സുന്ദരൻ. പുതിയ ഫോട്ടോയിലെയും പഴയ ഫോട്ടോയിലെയും ചെറിയച്ഛന് കാഴ്ചയിൽ വലിയ വ്യത്യാസമില്ല. പുതിയ ഫോട്ടോയിൽ മുടി അല്പം കുറവ്, തടി ഇത്തിരി കൂടുതലും. എനിക്ക് ചെറിയമ്മയുടെ ഒരു ഫാമിലി ഫോട്ടോ തരുമോ? തരാം മോളെ. ആൽബത്തിൽ നിന്ന് ഒരു കളർ ഫോട്ടോ എടുത്ത് അവൾക്ക് കൊടുത്തു. അച്ഛനും അമ്മയും 2 ആൺമക്കളും. 2 വർഷം മുമ്പെടുത്ത ഫോട്ടോയാണിത്. മധു ഇപ്പോൾ ചണ്ഡീഗഡിൽ MDക്ക് പഠിക്കുന്നു. ചന്ദ്രൻ ഡിഗ്രിക്കും. മധു ഇക്കൊല്ലം പഠിത്തം കഴിഞ്ഞു വരും. സിംഗപ്പൂരിലേക്ക് പോകണമെന്ന അവൻ്റെ ആഗ്രഹം. പക്ഷേ കല്യാണം കഴിപ്പിച്ചിട്ട് ഞാൻ അവനെ വിടൂ.
പുഞ്ചിരിയോടെ ചെറിയമ്മ പറഞ്ഞു. അപ്പോഴാണ് ക്യാമറയുമായി ഗായത്രി വന്നത്. ചെറിയമ്മയും ആതിരയും അല്പം കൂടി ഒന്ന് ചേർന്നിരുന്നേ. ഞാനൊരു ഫോട്ടോ എടുക്കാം. വേണമെങ്കിൽ മധുവേട്ടന് അയച്ചു കൊടുക്കാമല്ലോ, അവൾ പറഞ്ഞു. എന്തിന്? മധുവേട്ടൻ അമ്മയെ കണ്ടുകൊണ്ടിരിക്കാൻ. അല്ലാതെ എന്തിനാ? നിഷ്കളങ്ക ഭാവത്തിൽ അവൾ പറഞ്ഞു. അതിനെന്തിനാ ആതിര? കള്ളച്ചിരിയോടെ അവർ ചോദിച്ചു. കൂട്ടത്തിൽ എൻ്റെ കൂട്ടുകാരിയെയും ഒന്ന് കണ്ടോട്ടെ, അവർ ചിരിച്ചു. ഗായത്രി രണ്ടുപേരും ചേർന്നുള്ള ഒരു ഫോട്ടോ എടുത്തു. ഞങ്ങളിനി പോവാ ചെറിയമ്മേ. ഈ ക്യാമറ നാളെയേ തിരിച്ചു തരൂ. ഉത്സവത്തിൻ്റെ കുറേ പടം എടുക്കണം എനിക്ക്. വേണമെങ്കിൽ നീ അത് ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോയിക്കോ മോളെ. ക്ലാസ്സൊക്കെ തീരാൻ പോവല്ലേ. കൂട്ടുകാരുടെയൊക്കെ ഫോട്ടോ എടുക്കാമല്ലോ, ചെറിയമ്മ പറഞ്ഞു. ഉഗ്രൻ ഐഡിയ. താങ്ക് യു ചെറിയമ്മേ, സന്തോഷത്തോടെ ഗായത്രി പറഞ്ഞു. ഊണ് കഴിഞ്ഞിട്ട് പോയാൽ പോരെ രണ്ടാൾക്കും? അവിടെ അമ്മ നോക്കിയിരിക്കുമല്ലോ ചെറിയമ്മേ. അത് ശരിയാ, എന്നാൽ പോയിക്കോളൂ. ആതിര എഴുന്നേറ്റു. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലിരുന്നാൽ മതി കേട്ടോ ആതിരെ. ഗായത്രിയോട് പോലും പറയരുത്. പോകും മുമ്പ് രഹസ്യമായി ചെറിയമ്മ അവളോട് പറഞ്ഞു. പറയില്ലെന്ന് അവൾ തലയാട്ടി. ഗായത്രിയുടെ വീട്ടിൽ ചെന്നപ്പോഴേക്കും രാധാകൃഷ്ണ മേനോൻ ഓഫീസിൽ നിന്ന് എത്തിയിരുന്നു. കയ്യിലിരുന്ന ഫോട്ടോ ആതിര ഉടൻ തന്നെ ബാഗിൽ വെച്ചു. അതുകൊണ്ട് ഒരാവശ്യമുണ്ട്. എല്ലാവരും കുളിച്ചിട്ട് വരൂ, അപ്പോഴേക്കും ഊണ് റെഡിയാകും, സുശീല പറഞ്ഞു. നമുക്ക് പുഴയിൽ പോയി കുളിച്ചാലോ ചേച്ചി? ഗംഗ ചോദിച്ചു. അയ്യോ ഞാനില്ല ഗംഗേ, ഭയത്തോടെ ആതിര പറഞ്ഞു. ആതിര ചേച്ചിക്ക് നീന്താൻ അറിയില്ലേ? പുഴയിൽ കുളിക്കുന്നതിന് നീന്താൻ അറിയണമെന്നില്ലല്ലോ. അതല്ല ഗംഗേ കാര്യം. പട്ടണവാസികൾ ഓപ്പൺ എയറിൽ കുളിക്കത്തില്ല, നാണം വരും, ഗായത്രി പറഞ്ഞു. ഗംഗയും ആതിരയും ചിരിച്ചു. ഓരോരുത്തരായി 3 പേരും കുളിമുറിയിലേക്ക് ആണ് കുളിച്ചത്. കുളി കഴിഞ്ഞു വന്നപ്പോൾ മൂവരെയും രാധാകൃഷ്ണ മേനോൻ വിളിച്ചു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ 3 ജോഡി പട്ടുപാവാടയും ജാക്കറ്റും ഉണ്ടായിരുന്നു. വീതിയുള്ള ചുവന്ന ബോർഡറും കസവ് പൂക്കളുമുള്ള വെള്ള പട്ടുപാവാടകളും ജാക്കറ്റുകളും. ഇത് ആതിരയ്ക്കാണ്. ഒരു ജോഡി എടുത്ത് അദ്ദേഹം അവൾക്ക് കൊടുത്തു. എനിക്കോ? ആശ്ചര്യത്തോടെ അവളത് 2 കൈകളും നീട്ടി വാങ്ങിച്ചു. എല്ലാവർക്കും ഉത്സവത്തിന് പുത്തനുടുപ്പുകൾ വാങ്ങാറുണ്ട് ആതിരെ. ഗായത്രിയുടെ അളവ് പറഞ്ഞാണ് മോൾക്കുള്ളത് തയ്പ്പിച്ചത്, സുശീല പറഞ്ഞു. ഗായത്രിക്കും ഗംഗയ്ക്കും കിട്ടി ഓരോന്ന്. 3 പേര് അകത്തെ മുറിയിൽ ചെന്ന് പുതിയ പാവാടയും ബ്ലൗസും ധരിച്ചു. അളവെടുത്ത് തയ്ച്ചതുപോലെ പാകമായിരുന്നു ആതിരയുടേത്. തളത്തിൽ നാക്കിലിട്ട് സുശീല എല്ലാം വിളമ്പി. പുൽപ്പായ വിരിച്ച് എല്ലാവരും ഊണ് കഴിക്കാനിരുന്നു. അച്ഛനും അമ്മയും 3 പുത്രിമാരും പോലെയായിരുന്നു അത്. കളി പറഞ്ഞും ചിരിച്ചും ഉല്ലാസത്തോടെ. പാലട മതിവരോളം ആതിര വാങ്ങി കഴിച്ചു. വയറു നിറഞ്ഞു, മനസ്സും നിറഞ്ഞു. എങ്കിലും നീറുന്ന ഒരു മുറിവ് പോലെ ഗായത്രിയുടെ ചെറിയമ്മയുടെ വീട്ടിൽ നിന്ന് കിട്ടിയ അറിവ് അവളെ നോവിച്ചുകൊണ്ടിരുന്നു. 4 മണിയാകുമ്പോൾ നമുക്ക് അമ്പലത്തിൽ ചെല്ലണം. അപ്പോഴേക്കും കെട്ടുകാഴ്ചകൾ വന്ന് നിരന്നു തുടങ്ങും. നീ കെട്ടുകാഴ്ചകൾ കണ്ടിട്ടുണ്ടോ ആതിരെ? ഗായത്രി ചോദിച്ചു. ഇല്ല. എങ്കിൽ ഞാനിപ്പം ഒന്നും പറയുന്നില്ല. കാണാനുള്ളത് കണ്ടു തന്നെ അറിയുക. മുറ്റത്ത് ഒരു കുടമുല്ലയുണ്ടായിരുന്നു. അത് നിറയെ മൊട്ടുകളും. ആതിരയും ഗംഗയും അതെല്ലാം ഇറുത്തെടുത്തു. വാഴ നാരുകൊണ്ട് ഗായത്രി മുല്ലമുട്ടുകൾ മുഴുവനും മാലയായി കെട്ടി. ആതിരയ്ക്ക് മാല കെട്ടാൻ അറിയില്ലായിരുന്നു. കൗതുകത്തോടെയാണ് അവൾ അത് നോക്കിയിരുന്നത്. ഗായത്രിയുടെ വീട്ടിൽ അവൾ കണ്ടതെല്ലാം പുതുമകളായിരുന്നു. മുടി നിറയെ മുല്ലമുട്ടുമാല ചൂടിയാണ് 3 പെൺകുട്ടികളും രാധാകൃഷ്ണ മേനോനും സുശീല ദേവിയുമൊത്ത് അമ്പലത്തിലേക്ക് പോയത്. വഴി നിറയെ അമ്പലത്തിലേക്ക് പോകുന്ന ആളുകൾ. ഗ്രാമം മുഴുവൻ ഉത്സവ തിമിർപ്പിൽ. പാടത്തിൻ്റെ കരയിലാണ് അമ്പലം. കൊയ്ത്തു കഴിഞ്ഞ പാടം നിറയെ പുരുഷാരം. വലിയ തടിച്ചക്രങ്ങളിൽ ഉറപ്പിച്ച തേരുകളും കുതിരകളും വടംവണ്ടി വലിച്ച് ഓരോന്നായി വയലിൽ കൊണ്ടുവന്ന് നിരത്തി. വലിയ തെങ്ങോളം ഉയരമുണ്ട് അവയ്ക്ക്. കൂടാതെ ഭീമൻ, പാഞ്ചാലി, ഹനുമാൻ എന്നിവരുടെ കൂറ്റൻ പ്രതിമകളും. അത്ഭുതത്തോടെയാണ് ആതിര എല്ലാം നോക്കിക്കണ്ടത്. വലിയ തിരക്കുണ്ടായിരുന്നെങ്കിലും അവർ അമ്പലത്തിൽ കയറി തൊഴുതു. ദേവിയുടെ മുന്നിൽ കൈകൂപ്പി നിന്നപ്പോൾ ആതിര ഉള്ളൊരുകി പ്രാർത്ഥിച്ചത് അവൾക്ക് വേണ്ടിയായിരുന്നില്ല. മമ്മിക്കും ഡാഡിക്കും അഞ്ജന ചേച്ചിക്കും പ്രേമേട്ടനും വേണ്ടിയായിരുന്നു. തൊഴുതു മടങ്ങുമ്പോൾ രാധാകൃഷ്ണമേനോൻ 3 പെൺകുട്ടികൾക്കും കൈനിറയെ ഉത്സവപ്പറമ്പിൽ നിന്ന് പല നിറത്തിലുള്ള കുപ്പിവളകൾ വാങ്ങിക്കൊടുത്തു. വീട്ടിൽ ചെന്നപ്പോൾ സന്ധ്യ. 5 തിരിയിട്ട നിലവിളക്ക് കത്തിച്ചു ഗംഗ പൂമുഖത്ത് കൊണ്ടുവന്നു വെച്ചു. വിളക്കിന് മുന്നിൽ ചമറം പടിഞ്ഞിരുന്ന് ഗായത്രിയും ഗംഗയും നാമം ജപിച്ചു. അഞ്ജന ശ്രീധര ചാരുമൂർത്തേ കൃഷ്ണ. അവർ ഈണത്തിൽ ചൊല്ലിയപ്പോൾ ആതിരയും അടുത്തു ചെന്ന് കൈകൂപ്പിയിരുന്നു. രാത്രിയിൽ ഗായത്രിയോടൊപ്പം അവളുടെ മുറിയിലാണ് ആതിര ഉറങ്ങാൻ കിടന്നത്. ആതിരയ്ക്ക് പെട്ടെന്നൊന്നും ഉറക്കം വന്നില്ല. അവൾ മമ്മിയെക്കുറിച്ചാണ് ഓർത്തത്. മമ്മിയുടെ സ്വഭാവത്തെക്കുറിച്ച് കുറേയൊക്കെ അറിയാം. എത്രയോ ഭാര്യമാരെ മമ്മി ഇതിനകം കണ്ണീര് കുടിപ്പിച്ചു കാണും. അറിയാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. താൻ ആ പഴയ മൃണാലിനിയുടെ മകളാണെന്ന് അവർ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായും താൻ അപമാനിക്കപ്പെട്ടാനെ. മമ്മിയുടെ വക ഓരോ സമ്മാനങ്ങൾ. നീ എന്താ ആതിരെ ഒന്നും മിണ്ടാത്തേ? ഗായത്രി ചോദിച്ചു. നിന്റെ അച്ഛൻ്റെയും അമ്മയുടെയും മകളായി ജനിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയില്ലല്ലോ എന്ന് ചിന്തിക്കുകയായിരുന്നു ഞാൻ. അവൾ തേങ്ങിപ്പോയി. എന്താ മോളെ ഇത്? ഗായത്രി അവളെ ചുറ്റിപ്പിടിച്ചു. പിറ്റേ ദിവസം രാവിലെ അവർ ഹോസ്റ്റലിലേക്ക് മടങ്ങി. ഇനി മോൾ എന്ന് വരും ഇങ്ങോട്ട്? പോകും മുമ്പ് സുശീല ചോദിച്ചു. സൗകര്യം കിട്ടുമ്പോഴൊക്കെ വരും അമ്മേ. എനിക്ക് നിങ്ങളെയൊന്നും ഇനി മറക്കാൻ പറ്റില്ല. ഗായത്രി ഗംഗയുടെ കൈ പിടിച്ചമർത്തി അവൾ യാത്ര ചോദിച്ചു. രാധാകൃഷ്ണമേനോൻ അവരെ കവലയിൽ കൊണ്ടുചെന്ന് ബസ് കയറ്റി വിട്ടു. ഉച്ചയ്ക്ക് മുമ്പ് അവർ ഹോസ്റ്റലിലെത്തി. നഷ്ടബോധം തോന്നുന്നുണ്ടോ നിനക്കിപ്പോൾ? ഗായത്രി അവളോട് ചോദിച്ചു. എന്തിന്? എന്നോടൊപ്പം ആ കുഗ്രാമത്തിൽ വന്ന് 2 ദിവസം പാഴാക്കി കളഞ്ഞതിൽ? അങ്ങനെ പറയരുത് ഗായത്രി. എൻ്റെ ജീവിതത്തിലെ അവിസ്മരണീയമായ 2 ദിവസങ്ങളാണ് കഴിഞ്ഞു പോയത്.
പിറ്റേ ദിവസം ഉച്ചയ്ക്ക് അവൾ കോളേജിൽ നിന്ന് ഹോസ്റ്റലിലെത്തിയപ്പോൾ പുറത്ത് ആ കറുത്ത മേഴ്സിഡസ് ബെൻസ് കാർ കിടപ്പുണ്ടായിരുന്നു. അത് കണ്ട് ആതിര ഒന്ന് ഞെട്ടി. മമ്മി തനിച്ചായിരിക്കുമോ അതോ അയാളും? മൃണാളിന് തനിച്ചായിരുന്നു. കാറിൻ്റെ പിൻസീറ്റിലിരുന്ന് അവർ ഒരു ഇംഗ്ലീഷ് മാസിക മറിച്ചു നോക്കുന്നു. അല്പം മാറി നിന്ന് ഡ്രൈവർ പുക വലിക്കുന്നു. മമ്മിയൊപ്പം വന്നു? അവൾ ചെന്ന് ചോദിച്ചു. 10 മിനിറ്റായി കാണും. നീ ഇപ്പം വരുമല്ലോ എന്ന് വിചാരിച്ച കോളേജിലേക്ക് വരാഞ്ഞത്. മമ്മി ഇറങ്ങുന്നില്ലേ? ഇല്ല, എനിക്കിവിടെ പോകണം. പ്രേം വന്നിരുന്നോ കഴിഞ്ഞ ആഴ്ച? നീ അവനോട് പണം ചോദിച്ചോ? അവളൊന്നും പറയാതെ തലകുനിച്ചു നിന്നു. ഇനി മേലാൽ വാങ്ങരുത്. എനിക്കത് ഇഷ്ടമല്ലെന്ന് നിനക്കറിയില്ലേ? ഹാൻഡ് ബാഗ് തുറന്ന് അവർ കുറേ 100 രൂപ നോട്ടുകൾ എടുത്ത് അവൾക്ക് കൊടുത്തു. നിനക്ക് വേറെ വിശേഷമൊന്നുമില്ലല്ലോ? ഇല്ല. എങ്കിൽ ഞാൻ പോവാം. ഇനി വേറൊരു പ്രോഗ്രാമുണ്ട്. അപ്പോഴാണ് ഗായത്രിയുടെ ചെറിയമ്മ പറഞ്ഞ കാര്യം ആതിരയ്ക്ക് ഓർമ്മ വന്നത്. മമ്മിയെ അങ്ങനെ അങ്ങ് വിട്ടാൽ പറ്റില്ലല്ലോ. മമ്മി ഒരു മിനിറ്റ്, ഞാനിപ്പം വരാം. അവൾ മുറിയിലേക്ക് ഓടി. ഗായത്രിയുടെ ചെറിയച്ഛൻ്റെ ഫോട്ടോ കാണിച്ചിട്ട് അയാളെ അറിയുമോ എന്ന് ചോദിക്കണം. മമ്മിയുടെ പ്രതികരണം എന്താണെന്ന് അറിയാമല്ലോ. ബാഗിൽ നിന്ന് ഫോട്ടോ എടുത്തുകൊണ്ട് അവൾ വേഗം കോണിപ്പടികൾ ഇറങ്ങി. ആതിര വന്നപ്പോൾ തിരിച്ചു പോകാൻ അക്ഷമയായി ഇരിക്കുകയായിരുന്നു മൃണാളിനി. ഈ ഫോട്ടോയിലുള്ള ആരെങ്കിലും മമ്മി അറിയുമോ എന്ന് നോക്കിക്കേ. കൊണ്ടുവന്ന ഫോട്ടോ കാണിച്ച് അവൾ പറഞ്ഞു. മൃണാളിനി ആ ഫോട്ടോ വാങ്ങി നോക്കി. പെട്ടെന്ന് അവരുടെ കണ്ണുകളൊന്ന് തിളങ്ങി. നിഴലും വെളിച്ചവും വീണ് കിടക്കുന്ന പഴയ ഓർമ്മകളിലൂടെ അവരുടെ മനസ്സ് പിന്നിലേക്ക് കുതിച്ചു. അവർ വേഗം കൂളിംഗ് ഗ്ലാസ് എടുത്തണിഞ്ഞു. സ്വന്തം കണ്ണുകൾ മറച്ചു. എവിടുന്ന് കിട്ടിയെന്ന് എനിക്ക് ഈ ഫോട്ടോ? അവർ ചോദിച്ചു. എൻ്റെ ഒരു കൂട്ടുകാരിയുടെ ചെറിയച്ഛൻ ചെറിയമ്മ ഇത്. സിദ്ധാർത്ഥ മേനോനും വിമലാദേവിയും. മിസ്റ്റർ മേനോൻ പണ്ട് ഡെൽറ്റ ഇലക്ട്രിക്സിൽ എഞ്ചിനീയറായി ജോലി ചെയ്തിട്ടുണ്ടത്രേ. മമ്മിക്ക് പരിചയമുണ്ടോ അദ്ദേഹത്തെ? ഇല്ല, എനിക്കൊരു പരിചയവും തോന്നുന്നില്ല. ഒന്ന് പതറിയെങ്കിലും മൃണാളിനി പറഞ്ഞു. ഗായത്രിയുടെ ചെറിയമ്മ ചോദിച്ചപ്പോൾ മമ്മിയെ താൻ തള്ളി പറഞ്ഞതുപോലെ മമ്മി ഇതാ സിദ്ധാർത്ഥ മേനോനെ തള്ളി പറയുന്നു. ശരിയാണ്, വേറെന്ത് ചെയ്യാനാവും മമ്മിക്ക്? സിദ്ധാർത്ഥ മേനോൻ ഇപ്പം എവിടെയാണ്? അലസമട്ടിൽ മൃണാളിനി ചോദിച്ചു. കുറേ വർഷമായി സിംഗപ്പൂരിലാണത്രേ. ഇതാണ് മൂത്ത മകൻ മധു. MBBS കഴിഞ്ഞ് ഇപ്പോൾ MDക്ക് പഠിക്കുന്നു. നീ കണ്ടിട്ടുണ്ടോ ഇവരെ ആരെങ്കിലും? ഇല്ല, എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടുള്ള അറിവേയുള്ളൂ. ചെറിയച്ഛൻ്റെ മകനെ എനിക്ക് വേണ്ടി കല്യാണം ആലോചിക്കാനിരിക്കുകയാണ് അവൾ. എന്താ, നിനക്ക് കല്യാണം കഴിക്കാൻ ധൃതിയായോ? പരിഹാസത്തോടെ മൃണാളിനി ചോദിച്ചു. ആതിര ഒന്നും പറഞ്ഞില്ല. നിന്റെ കൂട്ടുകാരിയോട് പറ, പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് മതി ബ്രോക്കർ പണിക്ക് ഇറങ്ങുന്നതെന്ന്. അല്ലെങ്കിൽ വിളിക്ക്, ഞാൻ തന്നെ പറയാം. ഫോട്ടോ ഹാൻഡ് ബാഗിൽ വെച്ചുകൊണ്ട് അവർ പറഞ്ഞു. ആ ഫോട്ടോ തിരിച്ചു കൊടുക്കേണ്ടതാ മമ്മി, പെട്ടെന്ന് ആതിര പറഞ്ഞു. ഓ, കൊടുത്തേക്ക്, എനിക്കെന്തിനാ? താല്പര്യമില്ലാത്ത മട്ടിൽ അവർ ബാഗിൽ നിന്ന് ഫോട്ടോ എടുത്തു കൊടുത്തു. സുരേഷേ വാ, നമുക്ക് പോകാം, ഡ്രൈവറെ വിളിച്ച് മൃണാളിനി പറഞ്ഞു. ഡ്രൈവർ വന്നു വണ്ടിയിൽ കയറി വാതിലടഞ്ഞു. അപ്പോഴാണ് ഗായത്രിയും സന്ധ്യയും ഗേറ്റ് കടന്നു വരുന്നത് ആതിര കണ്ടത്. ഗായത്രി ഇപ്പോൾ മമ്മിയുടെ മുന്നിൽ വന്നു പെട്ടാൽ അവളുടെ വീട്ടിൽ പോയ കഥ പറഞ്ഞാൽ തീർന്നു. ഭാഗ്യത്തിന് ഡ്രൈവർ കാർ സ്റ്റാർട്ടാക്കി മുന്നോട്ടെടുത്തു. വണ്ടി ഗായത്രിയെ കടന്നു വേഗത്തിൽ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ടൗണിലെത്തി കാർ ഒരു വലിയ ഹോട്ടലിന് മുന്നിൽ നിന്നു. മൃണാളിനി വേഗം പുറത്തേക്കിറങ്ങി. നേരെ റെസ്റ്റോറൻറ്റിലേക്കാണ് അവർ പോയത്. ഒരൊഴിഞ്ഞ മേശക്കരികിൽ രണ്ടാമത്തെ കുപ്പി ബിയറും എരിയുന്ന സിഗരറ്റുമായി ജയശങ്കർ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ വൈകിയ ഡിയർ? അയാളുടെ അടുത്ത് ചെന്ന് അവർ ചോദിച്ചു. ഇല്ല, എങ്കിലും എനിക്ക് വല്ലാതെ ബോറടിച്ചു. സോറി, ഞാൻ ചെന്നപ്പോൾ അവൾ കോളേജിലാണ്. ഇത്തിരി വെയിറ്റ് ചെയ്യേണ്ടി വന്നു. എതിരെയുള്ള കസേരയിൽ ഇരുന്നു കൊണ്ട് അവർ പറഞ്ഞു. എന്താണ് കഴിക്കാൻ വേണ്ടത്? എനിക്കൊരു ലൈം ജ്യൂസ് മാത്രം മതി. ജയശങ്കർ കൈയുയർത്തി വെയിറ്ററെ വിളിച്ചു. ഒരു ഫ്രഷ് ലൈം. വെയിറ്റർ പോയി. മൃണാളിനെ പിന്നിലേക്ക് ചാരി കണ്ണുകളടച്ച് ഒരു നിമിഷം ഇരുന്നു. ഏതോ ഓർമ്മയിൽ അവരുടെ കവിളുകളിൽ ചെമ്പരത്തി പൂ പോലെ ചുവന്നു. ചായം പുരട്ടിയ അവരുടെ ചുണ്ടുകൾ അല്പം ഒന്ന് വിടർന്നു. ജ്യൂസ് കൊണ്ടുവന്നിട്ടും മൃണാളിനെ അതറിഞ്ഞില്ല. എന്താണ് ആലോചിക്കുന്നത്? ജയശങ്കർ ചോദിച്ചു. ഞാനൊരു ആളെക്കുറിച്ച് ഓർക്കുകയായിരുന്നു. ആരെക്കുറിച്ച്? ആകാംക്ഷയോടെ അയാൾ ചോദിച്ചു. സിദ്ധാർത്ഥൻ എന്നാണ് അയാളുടെ പേര്. ഹു ഈസ് ഹി? ഗൗതമ ബുദ്ധനെക്കുറിച്ച് കേട്ടിട്ടില്ലേ ജയശങ്കർ? രാജകൊട്ടാരത്തിലെ സുഖലോലുപതകൾ ഉപേക്ഷിച്ച് ഭീരുവിനെ പോലെ ഒളിച്ചോടിപ്പോയ സിദ്ധാർത്ഥൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഈ ലൈം ജ്യൂസ് കുടിക്കൂ, ശരീരമൊന്നും തണുക്കട്ടെ. ബുദ്ധനെക്കുറിച്ച് ഓർക്കാൻ കണ്ട നേരം, അയാൾ കളിയാക്കി. മൃണാളിനി ഗ്ലാസ് എടുത്തൊന്നും മുത്തി. ആ ചുണ്ടുകളുടെ നനവ് നോക്കി അയാളിരുന്നു. ജയശങ്കർ സിംഗപ്പൂരിൽ പോയിട്ടുണ്ടോ? പൊടുന്നനെ അവൾ ചോദിച്ചു. ഇതുവരെ എനിക്ക് ആ ഭാഗ്യം കിട്ടിയിട്ടില്ല. എന്താ ചോദിച്ചത്? 3 മാസത്തിനുള്ളിൽ പബ്ലിക് റിലേഷൻസ് മാനേജറുടെ ഒരു വേൾഡ് കോൺഫറൻസ് സിംഗപ്പൂരിൽ വെച്ച് നടക്കും. ചിലപ്പോൾ എനിക്കും ഇൻവിറ്റേഷൻ കിട്ടിയേക്കും. ഭാഗ്യവതി, അയാൾ അസൂയപ്പെട്ടു. ശരിയാണ്, ഭാഗ്യം വരുന്നത് എപ്പോൾ ഏത് വഴിയിൽ കൂടിയാണെന്ന് അറിയില്ലല്ലോ. സിംഗപ്പൂർ വിനോദസഞ്ചാരികളുടെ പറുദീസ. നമ്പർ 1 ഷോപ്പിംഗ് സെൻറ്റർ. ലോകത്തിലെ ഏറ്റവും മികച്ച സുഗന്ധദ്രവ്യങ്ങളും വസ്ത്രങ്ങളും ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളും മറ്റു പലതും കിട്ടുന്ന സ്ഥലം. പോയിട്ട് വരുമ്പോൾ എനിക്കൊരു സമ്മാനം കൊണ്ടുവന്ന് തരുമോ? എന്ത് സമ്മാനം? പോകുമ്പോൾ പറഞ്ഞാൽ പോരെ? മതി, ചിരിച്ചുകൊണ്ട് മൃണാളിനി പറഞ്ഞു. ചിരിച്ചപ്പോൾ രത്നം പതിച്ച ലോലാക്കുകൾ ഒന്ന് മിന്നി. ജയശങ്കർ ഒരു ബിയറിനു കൂടി ഓർഡർ കൊടുത്തു. രാത്രി ഭക്ഷണം കഴിഞ്ഞ് മെസ്സിൽ നിന്ന് റൂമിലേക്ക് പോവുകയായിരുന്നു ആതിരയും ഗായത്രിയും. ആതിര, പിന്നിലൊരു വിളി കേട്ട് രണ്ടുപേരും തിരിഞ്ഞു നിന്നു. മീരയായിരുന്നു അത്. പേരെടുത്ത ഗായിക, കോളേജിലെ സ്റ്റാർ. അത്ര വലിയ അടുപ്പമൊന്നുമില്ല. പിന്നെന്തിനാണ് മീര വിളിച്ചതെന്നോർത്ത് ആതിര അത്ഭുതപ്പെട്ടു.
എന്നെയാണോ വിളിച്ചത്? അതെ, തന്നെ. ആതിരയെ കാണാൻ ഞാൻ 2 തവണ റൂമിൽ വന്നിരുന്നു. കണ്ടില്ല. എവിടായിരുന്നു? ശനിയും ഞായറും ഞാൻ ഗായത്രിയുടെ വീട്ടിൽ പോയതായിരുന്നു. ആതിരയുടെ ബ്രദറാ പ്രേംദാസ് സാർ അല്ലേ? ഞാൻ ഈയിടെ സാറിനെ കാണാൻ പോയിരുന്നു, ഒരു ഇൻ്റർവ്യൂവിന്. എന്തിനുള്ള ഇൻ്റർവ്യൂ? ദേവഗംഗ കാസ്റ്റിന് വേണ്ടി പാടാൻ ഇൻ്റർവ്യൂ കഴിഞ്ഞതേയുള്ളൂ. ഇനി വോയിസ് ടെസ്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞേ പാടാൻ പറ്റുമെന്ന് അറിയിക്കാൻ സാധിച്ചു. വോയിസ് ടെസ്റ്റിനൊക്കെ മീര പാസ്സാകും. എനിക്കുറപ്പാ. ദേവഗംഗയുടെ കാസ്റ്റിൽ മീര പാടണം. എൻ്റെ ഏട്ടൻ്റെ കമ്പനിക്ക് വേണ്ടി മീര പാടിയാൽ എനിക്കും കൂടെ അതിൻ്റെ അഭിമാനം, സന്തോഷത്തോടെ ആതിര പറഞ്ഞു. ആദ്യം കാസറ്റ്, പിന്നെ സിനിമ. ഞങ്ങളെയൊക്കെ മറക്കുമോ മീരെ? കളിയായി ഗായത്രി ചോദിച്ചു. ഇല്ല ഗായത്രി, എത്ര വലിയ പാട്ടുകാരിയായാലും ഞാൻ നിങ്ങളുടെ പഴയ മീര തന്നെയായിരിക്കും. സഹായിച്ചവരെയും സ്നേഹിച്ചവരെയും ഒരിക്കലും മറക്കുകയില്ല ഞാൻ. വോയിസ് ടെസ്റ്റിൻ്റെ ഡേറ്റ് അറിയിച്ചോ? ആതിര ചോദിച്ചു. ഇല്ല. ഫോൺ ചെയ്യുമ്പം ഞാൻ പ്രേമേട്ടനോട് ചോദിക്കാം കേട്ടോ. നേരത്തെ നമ്മൾ വേണ്ടതായിരുന്നു. സാരമില്ല, ഇനി ഞാൻ ഇടയ്ക്കൊക്കെ വന്ന് ആതിരയെ ശല്യപ്പെടുത്താം. അത് ഞങ്ങൾ സഹിച്ചോളാം. ഇടയ്ക്ക് ഓരോ പാട്ടുപാടി കേൾപ്പിക്കേണ്ടി വരുമെന്ന് മാത്രം. മീര ചിരിച്ചു. യാത്ര പറഞ്ഞ് അവൾ പോയപ്പോൾ ആതിരയും ഗായത്രിയും കോണിപ്പടികൾ കയറി. കണ്ടോ, നീ പ്രേമേട്ടൻ്റെ അനിയത്തിയാണെന്ന് അറിഞ്ഞപ്പോഴാണ് മീര കൂട്ടുകൂടാൻ വന്നത്. അതുവരെ അവൾക്ക് നിന്നെ വേണ്ടായിരുന്നു, ഗായത്രി പറഞ്ഞു. പ്രേമേട്ടൻ കാരണമാണെങ്കിലും മീര എൻ്റെ അടുത്ത് വന്നല്ലോ. പ്രേമേട്ടൻ്റെ കാസറ്റിൽ അവളുടെ പാട്ട് കേൾക്കാൻ എനിക്ക് വലിയ കൊതിയുണ്ട്. പക്ഷേ അതിനുള്ള ഭാഗ്യം എനിക്കുണ്ടാവുമെന്ന് തോന്നുന്നില്ല മോളെ. അതെന്താ? കാസ്റ്റ് ഇറങ്ങാൻ 2-3 മാസമെങ്കിലും പിടിക്കും. അതുവരെ ഞാൻ ജീവിച്ചിരിക്കുമെന്ന് എന്താ ഉറപ്പ്? വേദനയോടെ ആതിര ചോദിച്ചു. ഗായത്രി കോപത്തോടെ അവളുടെ കയ്യിൽ കയറി പിടിച്ചു. സ്റ്റുപ്പിഡ്, മേലിൽ ഇത്തരം വിഡിത്തരങ്ങൾ നീ എന്നോട് പറയരുത്. പറഞ്ഞാൽ അന്നു മുതൽ ഞാൻ എൻ്റെ കൂട്ടുകാരിയല്ല. സോറി മോളെ, സത്യമാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ ശരീരത്തിൽ എന്തൊക്കെയോ മാരകമായ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഗായത്രി അനുകമ്പയോടെ അവളെ നോക്കി. ഒക്കെ നിൻ്റെ തോന്നലാ മോളെ. തോന്നലാണെങ്കിൽ ഞാൻ ഇതിനെ ഇടയ്ക്കിടയ്ക്ക് തലചുറ്റി വീഴുന്നത്. നിനക്കറിയോ, സ്കൂളിൽ എൻ്റെ ക്ലാസ്സിൽ പഠിച്ചിരുന്ന ജോസ് ചെറിയാൻ ബ്രെയിൻ ട്യൂമർ വന്നാണ് മരിച്ചത്. അവനിങ്ങനെ തലചുറ്റി വീഴുമായിരുന്നു. നിനക്കങ്ങനെ സംശയം വല്ലതുമുണ്ടെങ്കിൽ നമുക്കൊരു നല്ല ഡോക്ടറെ പോയി കാണാം. വേണ്ട മോളെ, എനിക്ക് പേടിയാ. അവരെന്നെ പിടിച്ച് ഹോസ്പിറ്റലിൽ കിടത്തും. ചിലപ്പോൾ തലയോട്ടി പിളർന്ന് ഓപ്പറേഷൻ ചെയ്യും, അല്ലെങ്കിൽ റേഡിയേഷൻ തരും. മുടി കൊഴിഞ്ഞു മെലിഞ്ഞുണങ്ങി അസ്ഥികൂടമായി ഞാൻ മരിക്കും. അതിലും നല്ലത്. ഗായത്രി പെട്ടെന്ന് അവളുടെ വായ പൊത്തി. ഇങ്ങനൊന്നും പറയരുത് മോളെ. കേട്ടിട്ട് എനിക്ക് തന്നെ പേടിയാവുന്നു. നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ ഡോക്ടറെ കാണണ്ട, അത്രയല്ലേ ഉള്ളൂ. ആതിര ഒന്ന് മന്ദഹസിച്ചു. വേദനയുടെ നിഴൽ വീണ ചിരിയായിരുന്നു അത്. പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ഹോസ്റ്റലിൽ ആതിരയ്ക്കൊരു ഫോൺ കോൾ വന്നു. ആരായിരിക്കും എന്ന ആശങ്കയോടെയാണ് അവൾ ചെന്നത്. അവളൊട്ടും പ്രതീക്ഷിക്കാതിരുന്ന ആളാണ് വിളിച്ചത്, മൃണാളിനി. എന്താ മമ്മി? കുറച്ചു മുമ്പേ എന്തുകൊണ്ടോ നിൻ്റെ കാര്യം എനിക്ക് ഓർമ്മ വന്നു. അപ്പോൾ ഒന്ന് വിളിക്കണമെന്ന് തോന്നി. അല്ലാതെ വേറെ വിശേഷമൊന്നുമില്ല മോളെ. മമ്മിയുടെ സ്വരത്തിൽ നിറഞ്ഞു നിന്നിരുന്ന ആർദ്രതയും സ്നേഹവും ആതിരയെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. ഇങ്ങനെയൊരു സംസാര രീതി പതിവില്ലാത്തതാണ്. എന്നാ നിൻ്റെ എക്സാം തുടങ്ങുന്നത്? ഇനി 3 മാസം കൂടിയുണ്ട് മമ്മി. ക്ലാസ്സുകൾ തീരാറായോ? ഈ മാസം കൂടിയേ കാണൂ. പിന്നെ സ്റ്റഡി ലീവാണ്. സ്റ്റഡി ലീവിന് ഇങ്ങോട്ട് വരുന്നുണ്ടോ നീ? തീരുമാനിച്ചില്ല. അവിടെയായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കൂട്ടുകാരുള്ളത് കൊണ്ട് സംശയങ്ങൾ ചോദിച്ചും പറഞ്ഞും പഠിക്കാമല്ലോ. അവളൊന്നും മിണ്ടിയില്ല. ഞാൻ അവിടെ വന്നപ്പോൾ സിംഗപ്പൂരിലുള്ള ഒരു മേനോൻ്റെ കാര്യം മോൾ പറഞ്ഞില്ലേ? അയാളുടെ അഡ്രസ്സോ ഫോൺ നമ്പറോ മോൾക്കറിയാമോ? മൃണാളിനിയുടെ ആ ചോദ്യം കേട്ടപ്പോൾ ഈ സ്നേഹപ്രകടനത്തിൻ്റെ അർത്ഥം ആതിരയ്ക്ക് നല്ലതുപോലെ മനസ്സിലായി. വെറുതെ സ്നേഹം നടിക്കാൻ മമ്മി അത്ര വിഡ്ഢിയൊന്നുമല്ല. എനിക്കറിയില്ലല്ലോ മമ്മി. നിൻ്റെ കൂട്ടുകാരോട് ചോദിച്ചാൽ കിട്ടില്ലേ? ചോദിച്ചു നോക്കാം. എനിക്ക് വേണ്ടിയാണെന്നൊന്നും പറയണ്ട. ഞാൻ രഹസ്യമായി ഒന്ന് അന്വേഷിക്കാം. അയാളുടെ മോൻ്റെ കാര്യം പറഞ്ഞില്ലേ? നല്ല ബന്ധമാണെന്ന് തോന്നിയാൽ നമുക്കത് ആലോചിക്കാം. ശരി, ഞാൻ ചോദിക്കാം. അവൾ റിസീവർ വെച്ചു. മമ്മി ഇതിനു വേണ്ടി വിളിച്ചാൽ എന്തെങ്കിലും നുണ പറയണം. ഉടനെ അങ്ങ് മൃണാളിനെ വിളിക്കുമെന്ന് അവൾ വിചാരിച്ചില്ല. പക്ഷേ 3-ാം ദിവസം വീണ്ടും ഫോൺ കോൾ വന്നു. ഞാൻ പറഞ്ഞ കാര്യം ചോദിച്ചോ മോളെ നീ? ചോദിച്ചു മമ്മി. അവളുടെ ചെറിയച്ഛൻ കഴിഞ്ഞ ആഴ്ച നാട്ടിൽ വന്നിട്ടുണ്ട്. ഇനി സിംഗപ്പൂരിലേക്ക് പോകുന്നില്ലത്രേ. വീട്ടിലെ അഡ്രസ്സ് വേണമെങ്കിൽ തരാമെന്ന് പറഞ്ഞു. ഓ, അതൊന്നും വേണ്ട. ഞാൻ വെറുതെ വിളിച്ചെന്നേ ഉള്ളൂ. എന്തായാലും നിൻ്റെ പഠിത്തം കഴിയട്ടെ, എന്നിട്ട് കല്യാണക്കാരി ആലോചിച്ചാൽ മതിയല്ലോ. കൂടുതലൊന്നും പറയാതെ മമ്മി ഫോൺ വെച്ചു. ഇതുകൊണ്ട് എല്ലാം തീർന്നെന്ന് വിചാരിക്കേണ്ട. ആഗ്രഹിക്കുന്നതൊക്കെ എന്ത് വില കൊടുത്തും സാധിക്കുന്നവളാണ് മമ്മി. പരിഭ്രമിച്ച മുഖവുമായിട്ടാണ് അന്നുച്ചയ്ക്ക് ഗായത്രി കോളേജിൽ നിന്ന് എത്തിയത്. ആതിരെ, ഞങ്ങളുടെ ജോർജ് ജേക്കബ് സാറിന് ബൈക്ക് ആക്സിഡൻ്റ് ഉണ്ടായി. വൈഫും ഉണ്ടായിരുന്നത്ര കൂടെ. സാറിന് തലയ്ക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇതുവരെ ബോധം വീണിട്ടില്ലത്രേ. കിടക്കയിലേക്ക് തളർന്നിരുന്നുകൊണ്ട് അവൾ പറഞ്ഞു. എപ്പോഴാണ് സംഭവം? ആതിര ചോദിച്ചു. ഇന്ന് രാവിലെയാ. സാറും വൈഫും കൂടെ ഒരു മാരേജിൽ പങ്കെടുക്കാൻ പോയതാ. കുറച്ച് മുമ്പാ ഫോൺ വന്നത്. അപ്പം തന്നെ കുറേ പേർ കാറ് പിടിച്ച് പോയി. ഏത് ഹോസ്പിറ്റലിലാ? നിങ്ങളുടെ നാട്ടിൽ ശുശ്രൂഷ നേഴ്സിംഗ് ഹോം എന്നൊരു ആശുപത്രി ഉണ്ടോ? ഉണ്ട്. ഞങ്ങളുടെ വീടിനടുത്താ. വലിയ ഹോസ്പിറ്റലാ. ഞങ്ങളുടെ വീട്ടിൽ നിന്നാൽ അതിൻ്റെ 7-ാം നില കാണാം. നമുക്കിപ്പോൾ തന്നെ ഒന്ന് പോകാം മോളെ. എനിക്ക് സാറിനെ ഒന്ന് കാണണം. നിനക്കറിയാലോ, എന്നോടൊരു പ്രത്യേക ഇഷ്ടമുള്ള സാറാ ജീജെ. നിൻ്റെ നാട്ടിലായതുകൊണ്ട് നമുക്കൊന്നിച്ച് പോകാമെന്ന് വിചാരിച്ചാൽ ഞാൻ അവരുടെ കൂടെ കാറിൽ പോകാഞ്ഞ്. ഇന്നിനി പോയാൽ നമ്മളവിടെ ചെല്ലുമ്പോഴേക്കും സന്ധ്യയാകുമല്ലോ ഗായത്രി. അത് സാരമില്ല, നമുക്ക് നേരെ നിൻ്റെ വീട്ടിലേക്ക് പോകാം.
നാളെ രാവിലെ സാറിന് ചെന്ന് കാണാം. അപ്പോഴേക്കും സാറിന് ബോധം തെളിഞ്ഞ ഭാഗ്യമായിരുന്നു. ഗായത്രിയെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ഒട്ടും ആഗ്രഹം തോന്നിയില്ല ആതിരയ്ക്ക്. ഗായത്രിയുടെ വീട്ടിൽ തനിക്ക് കിട്ടിയ സ്വീകരണം പോലെയൊന്നും തൻ്റെ വീട്ടിൽ ഗായത്രിക്ക് കിട്ടുമോ? ഇല്ല. വരാൻ വയ്യെന്ന് ഗായത്രിയോട് എങ്ങനെ പറയും? നീ എന്താ മോളെ ഒന്നും മിണ്ടാത്തെ? നിനക്ക് വല്ല അസൗകര്യം ഉണ്ടെങ്കിൽ പറ, ഞാൻ തനിച്ച് പോയിക്കോളാം. എനിക്കൊരു അസൗകര്യമില്ല. നീ വേഗം റെഡിയാകൂ, നമുക്കിപ്പോൾ തന്നെ പോകാം. ഒരു ദിവസം തങ്ങാനുള്ള വസ്ത്രങ്ങൾ ബാഗിലെടുത്ത് അപ്പോൾ തന്നെ അവർ യാത്ര തിരിച്ചു. ആതിരയുടെ നാട്ടിലെ ബസ് സ്റ്റേഷനിൽ വണ്ടി എത്തിയപ്പോൾ മണി 6:30. ഒരു ഓട്ടോ പിടിച്ച് അവർ അഞ്ജനിയിലേക്ക് പോയി. അവർ ചെന്നപ്പോൾ സന്ധ്യയായി. ഗേറ്റ് അടഞ്ഞു കിടക്കുന്നു. കൂറ്റൻ ഇരുനില വീട് കണ്ട് ഗായത്രി പകച്ചു നോക്കി. ഇതാണോ നിന്റെ വീട്? ആശ്ചര്യത്തോടെ ഗായത്രി ചോദിച്ചു. കണ്ടിട്ട് വലിയ ഒരു ഹോട്ടൽ പോലെയുണ്ടല്ലോ. ഗായത്രി പറഞ്ഞതാണ് ശരിയെന്ന് അവൾക്ക് തോന്നി. വലിയ ഹോട്ടലാണ്. അന്യോന്യം ബന്ധമില്ലാത്ത ആളുകൾ താമസിക്കുന്ന സ്ഥലമാണിത്. അവരെ കണ്ട് കുമാരൻ ഇറങ്ങി വന്നു. എന്താ മോളെ ഈ നേരത്ത്? ഒരാളെ കാണാൻ വന്നതാ കുമാരേട്ടാ. ഇതെൻ്റെ കൂട്ടുകാരിയാ ഗായത്രി. ഇവളുടെ സാറ് ഒരു ആക്സിഡൻ്റായി ശുശ്രൂഷയിൽ കിടക്കുന്നു. എന്നാൽ അകത്തേക്ക് ചെല്ലേ, കനകമ്മയുണ്ട്. വീട്ടിലെ പണിക്കാരിയാണ് കനകമ്മ. മമ്മി ഓഫീസിൽ നിന്ന് വന്നില്ലേ? ഇല്ല. ഡാഡിയോ? സാർ വരുമ്പോൾ 9 കഴിയും. ഗായത്രിയെ ആതിര സ്വന്തം മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. മുകളിലത്തെ നിലയിലായിരുന്നു അവളുടെ മുറി. വീട്ടിലെ ആർഭാടം കണ്ട് ഗായത്രി വിസ്മയിച്ചു. കനകമ്മ അവർക്ക് ചായ കൊടുത്തു. പിന്നെ രണ്ടുപേരും കുളിച്ച് വസ്ത്രങ്ങൾ മാറി. മണി 8 അടിച്ചു. നിന്റെ മമ്മി ഇതുവരെ വന്നില്ലല്ലോ ആതിരെ, ഗായത്രി പറഞ്ഞു. വല്ല കോൺഫറൻസോ മീറ്റിങ്ങോ കാണും. അല്പനേരം കഴിഞ്ഞപ്പോൾ താഴെ ഒരു കാർ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ട് ആതിര ബാൽക്കണിയിലേക്ക് ഓടിച്ചെന്നു. മങ്ങിയ വെളിച്ചമേ ഉള്ളൂ മുറ്റത്ത്. കാറിൽ നിന്ന് മമ്മി ജയശങ്കർ ഇറങ്ങുന്നു. അവർ എന്തോ ശബ്ദം താഴ്ത്തി സംസാരിക്കുന്നു. ആതിരയുടെ മനസ്സിലേക്ക് കോപവും സങ്കടവും ഒരുപോലെ ഇരച്ചു കയറി വന്നു. നിഴൽ പോലെ മൃണാളിനി, മറ്റൊരു നിഴൽ പോലെ ജയശങ്കർ. നിഴലുകൾ രണ്ടും ഒരു നിമിഷത്തേക്ക് ഒന്നിച്ചു ചേർന്നു, പിന്നെ പിരിയുന്നു. ജയശങ്കർ കാറിൽ കയറി പോകുന്നു. പിന്നിൽ ആരോ നിൽക്കുന്നുണ്ടെന്ന് തോന്നിയപ്പോൾ ആതിര പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. നിശ്ചലയായി നിൽക്കുന്ന ഗായത്രിയെ കണ്ട് അവൾ ഞെട്ടി. ഗായത്രി എപ്പോഴാണ് ബാൽക്കണിയിലേക്ക് വന്നതെന്ന് ആതിരയ്ക്ക് മനസ്സിലായില്ല. എങ്കിലും അവളെല്ലാം കണ്ടു കാണും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ലായിരുന്നു. ഗായത്രിയുടെ നോട്ടം നേരിടാനാവാതെ അവൾ മുഖം തിരിച്ചു. താഴെ ജയശങ്കറിന്റെ കാർ സ്റ്റാർട്ടാകുന്നു. മമ്മി തലകുനിച്ച് അയാളോട് എന്തോ പറയുന്നു. വണ്ടി മെല്ലെ മുന്നോട്ട് നീങ്ങി ഗേറ്റ് കടന്നു പോകുന്നു. മമ്മി വീട്ടിലേക്ക് കയറുന്നു. ഗായത്രിയോട് എന്ത് പറയണമെന്ന് ആതിരയ്ക്ക് അറിയില്ലായിരുന്നു. ഹോസ്റ്റലിൽ അന്നൊരിക്കൽ നിന്റെ മമ്മിയോടൊപ്പം വന്ന ആളല്ലേ അത്? ഗായത്രി ചോദിച്ചു. അവൾ മൂളി. അവർ ഹോസ്റ്റലിൽ വന്നപ്പോൾ അയാളെ ഗായത്രിയും കണ്ടിരുന്നു. എന്താണ് അയാളുടെ പേര്? ജയശങ്കർ. മമ്മിയുടെ കമ്പനിയിലല്ലേ അയാൾക്കും ജോലി? ഏതാ ആ കമ്പനി? പേര് പറഞ്ഞത് ഞാൻ മറന്നു. ഡെൽറ്റ ഇലക്ട്രിക്കൽസ്. കേട്ടു പരിചയമുള്ള പേര് പോലെ തോന്നുന്നു. ശരിയാവണം, അവളുടെ ചെറിയമ്മ ഈ പേര് പലതവണ പറഞ്ഞിട്ടുണ്ടാവണം. ചെറിയച്ഛൻ പണ്ട് ജോലി ചെയ്തിരുന്ന സ്ഥാപനമാണല്ലോ. മൃണാളിനി എന്ന സ്ത്രീയെക്കുറിച്ച് അവളുടെ ചെറിയമ്മ പറഞ്ഞു കാണാൻ സാധ്യതയില്ല. നീ എന്താ ആതിരെ പെട്ടെന്ന് അപ്സെറ്റ് ആയതുപോലെ? അവളുടെ വിളറിയ മുഖം കണ്ട് സാന്ത്വനിപ്പിക്കും പോലെ ഗായത്രി ചോദിച്ചു. ഒന്നുമില്ല. വാ, നമുക്ക് മുറിയിൽ ചെന്നിരിക്കാം. നീ വന്നതറിഞ്ഞ് നിന്റെ മമ്മിയപ്പം കയറി വന്നാലോ? അവർ മുറിയിൽ ചെന്നിരുന്നു. മമ്മി വരുമ്പോൾ സാധാരണ ഇത്രയും വൈകാറുണ്ടോ? എനിക്കറിയില്ല ഗായത്രി, ഞാൻ എന്നും ഹോസ്റ്റലിലല്ലേ, നിസ്സഹായതയോടെ ആതിര പറഞ്ഞു. നീ ഇവിടെ ഇല്ലാത്തതുകൊണ്ടാ മോളെ നിന്റെ മമ്മിക്ക് ഉത്തരവാദിത്ത ബോധം ഇല്ലാതായി പോയത്. ആതിരയുടെ കണ്ണുകൾ നിറഞ്ഞു. ഗായത്രി അവളുടെ ഇരു ചുമലുകളിലും കൈകൾ വെച്ച് അവളുടെ മുഖത്തേക്ക് നോക്കി. സാരമില്ല, എനിക്കെല്ലാം മനസ്സിലായി മോളെ. മമ്മിയോട് നീ ഇതേക്കുറിച്ചൊന്നും ഇപ്പോൾ ചോദിക്കേണ്ട. ഒന്നുമില്ലാലും ഒരു ഗസ്റ്റായിട്ട് ഇപ്പോൾ ഞാനിവിടെ ഉണ്ടല്ലോ. ഗസ്റ്റിൻ്റെ മുൻപിൽ നിങ്ങൾ സ്നേഹമുള്ള അമ്മയും മകളും ആയാൽ മതി. ഗായത്രി അവളുടെ കണ്ണുനീർ തുറച്ചു കൊടുത്തു. നിന്റെ മമ്മിയിപ്പം വരും, നമുക്ക് വേറെന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കാം. സംസാരിക്കാൻ വേണ്ടി കോളേജിലെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവർ ഇരുന്നു. 1/2 മണിക്കൂർ കഴിഞ്ഞു. മൃണാളിനിയെ മുകളിലേക്ക് കണ്ടില്ല. ഞാൻ വന്നത് മമ്മി അറിഞ്ഞു കാണത്തില്ല. നമുക്ക് താഴേക്ക് ചെല്ലാൻ ഗായത്രി, ഒടുവിൽ ആതിര പറഞ്ഞു. അവർ താഴെ ചെന്നപ്പോൾ ഡ്രോയിങ് റൂമിൽ ആരുമില്ല. അടുക്കളയിൽ ചെന്ന് നോക്കിയപ്പോൾ കനകമ്മ ചപ്പാത്തി ഉണ്ടാക്കുന്നു. മമ്മി വന്നില്ലേ കനകമ്മേ? ആതിര ചോദിച്ചു. വന്നല്ലോ. എന്നിട്ടെവിടെ? കുളിക്കുമായിരിക്കും മോളെ. ഞാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ മമ്മിയോട്? മോള് മാത്രമല്ല കൂട്ടുകാരും വന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ആതിരയും ഗായത്രിയും പരസ്പരം നോക്കി. കുളിച്ച് ഫ്രഷായി വന്നിട്ട് നിന്നെ കാണാമെന്ന് വിചാരിച്ചായിരിക്കും. നീ വാ ആതിരെ, മമ്മി വരട്ടെ. ഗായത്രി അവളെയും കൊണ്ട് ഡ്രോയിങ് റൂമിൽ ചെന്നിരുന്നു. നിന്റെ ഡാഡിയും വരാൻ വൈകുമോ? ഓഫീസിൽ നിന്നിറങ്ങിയാൽ ക്ലബിൽ കയറിയിട്ടേ ഡാഡി വരൂ. 9 മണിയെങ്കിലും ആവും. അപ്പോഴേക്കും മൃണാളിനി കുളി കഴിഞ്ഞു വന്നു. ഷാമ്പു ഉപയോഗിച്ച് അവർ മുടി കഴുകി വൃത്തിയാക്കിയിരുന്നു. കണ്ടാൽ പട്ടുനൂല് പോലെ മൃദുത്വം തോന്നുന്ന കറുത്ത മുടി ചുമലുകളെ ചുംബിച്ച് കിടക്കുന്നു. ലോലമായ ഒരു വെള്ള നൈറ്റ് ഗൗൺ ആണ് അവർ ധരിച്ചിരുന്നത്. മൃണാളിനിയെ കണ്ട് ആതിരയും ഗായത്രിയും എഴുന്നേറ്റു. നീയപ്പം വന്നു? അവർ ആതിരയോട് ചോദിച്ചു. 6 മണിയായി മമ്മി. എന്തിനാ ഇത്ര ധൃതിയിൽ നീ ഇങ്ങോട്ട് വന്നത്? നിനക്കിന്ന് ക്ലാസ്സിലായിരുന്നോ? അനിഷ്ടത്തോടെ അവർ ചോദിച്ചു. ഗായത്രിയുടെ മുഖമാണ് വിളറിയത്. ഉച്ച കഴിഞ്ഞ് ഫ്രീ ആയിരുന്നു മമ്മി. ആതിര ഒരു നുണ പറഞ്ഞു. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ പരീക്ഷ കഴിഞ്ഞ് ഇനി വന്നാൽ മതിയെന്ന്. അതിനു മുമ്പ് എന്തായിരുന്നു ഇത്ര അത്യാവശ്യം? കോളേജിൽ എന്നെ പഠിപ്പിക്കുന്ന ഒരു സാർ ഇവിടെ വെച്ച് ആക്സിഡൻ്റ് ഉണ്ടായി. ശുശ്രൂഷ നേഴ്സിംഗ് ഹോമിൽ കിടക്കുന്നു മമ്മി.
സാറിനെ കാണാൻ വന്നതാ ഞങ്ങൾ, ആതിര പറഞ്ഞു. ഇതാരാ? ഗായത്രി ഉദ്ദേശിച്ച് മൃണാളിനി ചോദിച്ചു. ഗായത്രി എൻ്റെ റൂംമേറ്റാ. മൃണാളിനി അവളുടെ നേരെ തിരിഞ്ഞു. കുട്ടിക്കെങ്കിലും ഇത്തിരി ബോധമില്ലാതായി പോയല്ലോ. ഇന്നത്തെ നാളത്തെയും ക്ലാസ് കളഞ്ഞ് ഇത്രയും ദൂരം യാത്ര ചെയ്തു വരേണ്ട വല്ല കാര്യമുണ്ടായിരുന്നോ? സാറങ്ങ് കോളേജിൽ വരുമ്പോൾ കണ്ടാൽ പോരായിരുന്നോ നിങ്ങൾക്ക്? വിഷമയായി അവൾ ആതിരയെ നോക്കി. നിന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടാത്ത ഒരാളുണ്ടല്ലോ ഇവിടെ. അതുകൊണ്ടല്ലേ ആവശ്യമില്ലാതെ നീ ഇങ്ങോട്ട് വരണ്ടെന്ന് പറയുന്നത്. നാളെ രാവിലെ സ്ഥലം വിട്ടോണം കേട്ടോ. അവൾ തലകുലുക്കി. ഞാൻ കാരണം നിനക്ക് മമ്മിയുടെ വഴി കേൾക്കേണ്ടി വന്നു അല്ലേ ആതിരെ? ഖേദത്തോടെ ഗായത്രി ചോദിച്ചു. മമ്മി അങ്ങനെയൊക്കെ പറഞ്ഞതിന് ഞാനാണ് നിന്നോട് മാപ്പ് ചോദിക്കേണ്ടത്. ഹേയ്, ഞാനതൊന്നും കാര്യമായിട്ട് എടുത്തിട്ടില്ല മോളെ. ഗായത്രിയുടെ വീട്ടിൽ ചെന്നപ്പോൾ എത്ര സ്നേഹപൂർണ്ണമായ പെരുമാറ്റമാണ് അവിടെ എല്ലാവരിൽ നിന്നും ലഭിച്ചത്. പക്ഷേ ഇപ്പോൾ ഇവിടെ ഗായത്രി വന്നപ്പോൾ ഓർത്തപ്പോൾ ആതിരയ്ക്ക് ലജ്ജ തോന്നി. അപ്പോഴാണ് പുറത്ത് ഒരു കാർ വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടത്. ഡാഡിയാണെന്ന് തോന്നുന്നു. വാ, നമുക്ക് മുകളിലേക്ക് പോകാം ഗായത്രി, ഭയത്തോടെ ആതിര പറഞ്ഞു. ഡാഡി വരട്ടെന്നേ. എനിക്ക് പേടിയൊന്നുമില്ല. അദ്ദേഹത്തെ ഞാനിതുവരെ കണ്ടിട്ടുമില്ലല്ലോ. തൻ്റെ പൈതൃകത്തെക്കുറിച്ച് ഡാഡിക്ക് സംശയമുണ്ടെന്നുള്ള കാര്യം ഗായത്രിയോട് എങ്ങനെ പറയും? തൻ്റെ ഡാഡിക്ക് തന്നെ വെറുപ്പാണെന്ന കാര്യം എങ്ങനെ അവളെ അറിയിക്കും? ഗായത്രിയുടെ കൈപ്പിടിച്ച് ആതിര സ്റ്റെയർ കേസ് കയറാൻ തുടങ്ങിയപ്പോഴേക്കും മധുസൂദനൻ നായർ അവരെ കണ്ടു കഴിഞ്ഞിരുന്നു. ഹു ഈസ് ദാറ്റ്? അയാൾ വിളിച്ചു ചോദിച്ചു. പെട്ടെന്ന് ആതിര ഒരു ഞെട്ടലോടെ തിരിഞ്ഞു നിന്നു. ഉറക്കാത്ത കാൽവയ്പ്പുകളോടെ അയാൾ അവരുടെ അടുത്തേക്ക് ചെന്നു. മധുസൂദനൻ നായർ ഇരുവരുടെയും മുഖത്തേക്ക് തുറച്ചു നോക്കി. ആതിരയെ കണ്ട് അയാളുടെ കണ്ണുകളിൽ അവജ്ഞ നേളിച്ചു. എന്താ പിന്നെ രാജകുമാരി ഈ വഴിയൊക്കെ? അമ്മ മഹാറാണി പറഞ്ഞോ ഇങ്ങോട്ട് വരാൻ? ആതിര ഒന്നും പറഞ്ഞില്ല. നീ ഏതാടി പെണ്ണെ? ഗായത്രിയെ നേരെ തിരിഞ്ഞു നിന്ന് അയാൾ ചോദിച്ചു. അയാളുടെ വാക്കുകൾക്ക് സ്ഫുടത ഉണ്ടായിരുന്നില്ല. ആതിരയുടെ കൂട്ടുകാരിയാ ഞാൻ. കൂട്ടുകാരിയാക്കാൻ നിനക്ക് വേറെ ആരെയും കിട്ടിയില്ലേ കൊച്ചേ? ഇവളെയല്ലാതെ. നിന്നെ കണ്ടിട്ട് ഏതാണ്ട് കൊള്ളാവുന്ന വീട്ടിലെ കുട്ടിയാണെന്ന് തോന്നുന്നല്ലോടി. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇവളുടെ കൂട്ട് വിടുന്നതാണ് നിനക്ക് നല്ലത്. ശരിയാവത്തില്ല. കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ അയാൾ ആടിയാടി അടുത്ത മുറിയിലേക്ക് പോയി. നിറക്കണ്ണുകളോടെ നിൽക്കുകയായിരുന്നു ആതിര. എൻ്റെ മമ്മിയെയും ഡാഡിയെയും നീ പരിചയപ്പെട്ടില്ലേ ഗായത്രി? ഞാൻ എത്ര ഭാഗ്യവതിയാണ് അല്ലേ? ആതിര ചോദിച്ചു. ഗായത്രിക്ക് മറുപടിയൊന്നും ഉണ്ടായിരുന്നില്ല. ആതിര പെട്ടെന്ന് മുകളിലേക്ക് ഓടിക്കയറി. പിന്നാലെ ഗായത്രിയെ ചെന്നു. അവൾ മുറിയിലെത്തിയപ്പോൾ ആതിര കിടക്കയിൽ മുഖമമർത്തി തേങ്ങി കരയുകയായിരുന്നു. അവളുടെ ചുമലിൽ തലോടി നിശബ്ദയായി ഗായത്രി കിടക്കയിലിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കനകമ്മ മുകളിലേക്ക് കയറി വന്നു. വിശക്കുന്നില്ലേ മോളെ? കൂട്ടുകാരിയെ വിളിച്ചോണ്ട് വാ കഴിക്കാൻ. ഞങ്ങൾ വന്നേക്കാം. ആതിര ഒന്നും മിണ്ടാതിരിക്കുന്നത് കണ്ട് ഗായത്രി പറഞ്ഞു. കനകമ്മ പോയി. എനിക്കൊട്ടും വിശപ്പ് തോന്നുന്നില്ല ഗായത്രി. എനിക്കുമില്ല. എന്നാലും നമ്മളൊന്നും കഴിച്ചില്ലെങ്കിൽ നിന്റെ മമ്മി എന്ത് വിചാരിക്കും? വാ പോകാം. രണ്ടുപേരും താഴേക്ക് ഇറങ്ങി ചെന്നു. ഡൈനിങ് റൂമിൽ ആരും ഉണ്ടായിരുന്നില്ല. മേശപ്പുറത്ത് ആരോ അത്താഴം കഴിച്ച പാത്രങ്ങൾ. രാത്രിയിൽ ചപ്പാത്തി കഴിക്കുമോ മോളുടെ കൂട്ടുകാരി? കനകമ്മ വന്ന് ചോദിച്ചു. ഓഹോ, ഞാൻ എന്തും കഴിക്കും, ഗായത്രി പറഞ്ഞു. മമ്മിയെ കൂടി വിളിക്കൂ കനകമ്മേ, ആതിര പറഞ്ഞു. മമ്മി എപ്പോഴേ കഴിച്ചു. ഇപ്പം ഉറക്കമായി കാണും. ആതിര ഗായത്രിയുടെ മുഖത്തേക്ക് നോക്കി. സാരമില്ലെന്ന് ഗായത്രി കണ്ണടച്ച് കാണിച്ചു. ഡാഡിയോ? ഡാഡി ഇവിടുന്ന് രാത്രിയിലൊന്നും കഴിക്കാറില്ല മോളെ. വയറു നിറയെ കഴിച്ചിട്ടേ വരൂ. കേട്ടില്ലേ കൂർക്കം വലി? ഇനി നാളെ രാവിലെ 9 നോക്കിയാൽ മതി. ഇരിക്കാതിരെ, എനിക്ക് വിശക്കുന്നു, ഗായത്രി പറഞ്ഞു. അവർ രണ്ടാളും ഇരുന്നു. തന്നെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഗായത്രി കഴിക്കാനിരിക്കുന്നതെന്ന് ആതിരയ്ക്ക് മനസ്സിലാകാതിരുന്നില്ല. ഭക്ഷണം കഴിച്ചെന്ന് വരുത്തിയിട്ട് മുകളിൽ തിരിച്ചെത്തിയപ്പോൾ ആതിരയുടെ മുറിയിൽ കനകമ്മ ഇരുവർക്കും കിടക്ക വിരിച്ചിരുന്നു. എവിടെ നിന്റെ പ്രേമട്ടൻ താമസിക്കുന്നേ? പൊടുന്നിനെ ഗായത്രി ചോദിച്ചു. ടൗണിൽ തന്നെ. 2 വർഷമായി പ്രേമട്ടൻ വേറെ വീട് വാങ്ങി ഇവിടുന്ന് താമസം മാറിയിട്ട്. അതിൻ്റെ കാരണം ഇപ്പോൾ നിനക്ക് മനസ്സിലായി കാണുമല്ലോ. പ്രേമേട്ടന് നിന്നോട് നല്ല സ്നേഹമുണ്ട്. ശരിയാ. ഡാഡിയെയും മമ്മിയെയും പോലെയല്ല പ്രേമേട്ടൻ. രണ്ടുപേരും എനിക്ക് ദുരനുഭവങ്ങൾ മാത്രമേ തന്നിട്ടുള്ളൂ. അഞ്ജന ചേച്ചിയോ? അഞ്ജന ചേച്ചി സെൽഫിഷാണ്. ചേച്ചിയുടെ കാര്യം മാത്രമാണ് ചേച്ചിക്ക് പ്രധാനം. അല്പനേരത്തേക്ക് ആരും ഒന്നും മിണ്ടിയില്ല. നാളെ രാവിലെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകണം. ജിജയെ കണ്ടിട്ട് ഉടൻ സ്ഥലം വിടണം, ഗായത്രി പറഞ്ഞു. എന്നാൽ ഞാൻ പ്രേമേട്ടനൊന്ന് ഫോൺ ചെയ്യട്ടെ. നാളെ കാണാൻ ചിലപ്പോൾ സമയം കിട്ടിയില്ലെങ്കിലോ? ആതിര അപ്പോൾ തന്നെ പ്രേമസദനത്തിലേക്ക് ഫോൺ ചെയ്തു. പ്രേംദാസ് ഉണ്ടായിരുന്നു വീട്ടിൽ. ഇത് ഞാനാ പ്രേമേട്ടാ. ആതിര, ഞാൻ വീട്ടിൽ നിന്നാണ് വിളിക്കുന്നത്. നീ എപ്പം വന്നു മോളെ? എന്താ വിശേഷിച്ച്? അവൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒരു കാര്യം ചെയ്യ്, രാവിലെ 8 ഞാൻ അവിടെ വരാം. നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകാൻ റെഡിയായി നിൽക്കണം. എന്താ? അവൾ ആശ്വാസത്തോടെ ഫോൺ വെച്ചു. പ്രേമേട്ടൻ രാവിലെ വരും മോളെ. സത്യത്തിൽ പ്രേമേട്ടൻ മാത്രമാണ് എൻ്റെ ഏക ആശ്വാസം, എൻ്റെ ഏക ആശ്രയം. പ്രേമേട്ടനും കൂടെ എന്നെ കൈവിട്ടാൽ പിന്നെ ഞാനില്ല ഗായത്രി. മണി 10 കുമാരൻ ചെന്ന് ആഞ്ജനയുടെ ഗേറ്റടിച്ച് കുറ്റിയിട്ടു. വീട്ടിലെ വിളക്കുകൾ ഓരോന്നായി അണഞ്ഞു. ആതിരയുടെ മുറിയിൽ മാത്രം വെളിച്ചം അവശേഷിച്ചു. കിടക്കയിൽ തലയണ ഉയർത്തി വെച്ച് ചാരിയിരിക്കുകയായിരുന്നു ആതിര. റീഡേഴ്സ് ഡൈജസ്റ്റിൻ്റെ പഴയ ഒരു ലക്കം മറിച്ചു നോക്കിക്കൊണ്ട് ഗായത്രിയും ഇരുന്നു. വീട്ടിൽ ചെല്ലുമ്പം ഇവിടെ വന്ന കാര്യം നീ അമ്മയോട് പറയുമോ ഗായത്രി? ആതിര ചോദിച്ചു. പിന്നെ പറയാതെ. പറഞ്ഞോളൂ, പക്ഷേ ചെറിയമ്മയോട് മാത്രം നീ ഒരു കാര്യം പറയരുത്.
ഡെൽറ്റ ഇലക്ട്രിക്കൽസ് എന്ന കമ്പനിയിൽ ജോലി ചെയ്യുന്ന മൃണാളിനിയാണ് എൻ്റെ മമ്മിയെന്ന്. അതെന്താ മോളെ? കാര്യമുണ്ട്. ഹോസ്റ്റലിൽ ചെന്നിട്ട് ഞാനത് പറയാം. കിടന്നോളൂ, നമുക്കിനി ഉറങ്ങാം. അവർ ലൈറ്റ് അണച്ച് ഉറങ്ങാൻ കിടന്നു. രാവിലെ 8 മണിയായപ്പോൾ പ്രേംദാസ് കാറുമായി എത്തി. മധുസൂദൻ നായരോ മൃണാളിനിയോ അപ്പോഴും ഉണർന്നിട്ടില്ലായിരുന്നു. വാ, നമുക്ക് പോകാം, പ്രേംദാസ് പറഞ്ഞു. അവർ കാറിൻ്റെ പിൻസീറ്റിൽ കയറി. ഗായത്രിക്ക് ഞങ്ങളുടെ വീട് ഇഷ്ടപ്പെട്ടോ? ആശുപത്രിയിലേക്ക് കാർ ഓടിക്കുമ്പോൾ പ്രേംദാസ് തിരിഞ്ഞു നോക്കി ചോദിച്ചു. ഇഷ്ടപ്പെട്ടു പ്രേമേട്ട. ഇഷ്ടപ്പെടും. കാരണം ഇതുപോലൊരു സ്വീറ്റ് ഹോം വേറെങ്ങും ഗായത്രിക്ക് കാണാൻ കഴിയുകയില്ല, വിപരീതാർത്ഥത്തിൽ അയാൾ പറഞ്ഞു. ശുശ്രൂഷ നേഴ്സിംഗ് ഹോമിൽ അവർ ചെന്നപ്പോൾ കാഷ്വാലിറ്റി വാർഡിലുണ്ടായിരുന്നു ജോർജ് ജേക്കബ് സാറും ഭാര്യയും. ഭാര്യയ്ക്ക് നിസ്സാരമായ പരിക്കുകൾ മാത്രം. ബോധം തെളിഞ്ഞിരുന്നു ജിജയ്ക്ക്. ഗായത്രിയെ കണ്ട് അദ്ദേഹം പുഞ്ചിരിച്ചു. വിരലൊന്ന് അലങ്കിയാൽ പോലും ജീവൻ പോകുന്ന വേദനയാണല്ലോ. എന്നാലും ഡോക്ടർ പറയുന്നത് രക്ഷപ്പെടുമെന്ന ക്ഷീണിതമായ സ്വരത്തിലാണെങ്കിലും ജിജെ തമാശ പോലെ പറഞ്ഞു. എത്രയും വേഗം സാർ സുഖം പ്രാപിച്ച് വരണേ എന്ന് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് സാർ, ഗായത്രി പറഞ്ഞു. എന്നിട്ട് വേണം ബാക്കി പോർഷൻ കൂടി എന്നെ കൊണ്ട് പഠിപ്പിക്കാൻ, അല്ലേ? അദ്ദേഹം വീണ്ടും കളി പറഞ്ഞു. അയ്യോ, അതൊന്നുമല്ല സാർ ഞാൻ ഉദ്ദേശിച്ചത്. ഇത് തൻ്റെ ഫ്രണ്ട് ആതിരയല്ലേ? അതെ സാർ. ആതിരയെയും പ്രേംദാസിനെയും അവൾ ജിജയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. എൻ്റെ വീട് എവിടെയാണ് സാർ? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ അറിയിച്ചാൽ മതി. പ്രേംദാസ് അദ്ദേഹത്തിന് വിസിറ്റിംഗ് കാർഡ് കൊടുത്തു. കുറേ നേരം കൂടി സംസാരിച്ചിരുന്നിട്ടാണ് അവർ ഇറങ്ങിയത്. ഞങ്ങളെ ബസ് സ്റ്റേഷനിൽ കൊണ്ടുചെന്ന് വിടാമോ പ്രേമേട്ട? ബസ്സിൽ പോകാനോ? അത് വേണ്ട, ഞാൻ കൊണ്ടുവിടാം. പ്രേമേട്ടൻ വെറുതെ ബുദ്ധിമുട്ടണ്ട, ഞങ്ങൾ ബസ്സിൽ പോയിക്കോളാം, ഗായത്രിയും പറഞ്ഞു. എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല ഗായത്രി. പിന്നെ അവർ എതിർത്തില്ല. 1.5 മണിക്കൂർ എടുത്തു ഹോസ്റ്റലിലെത്താൻ. താങ്ക്സ് പ്രേമേട്ട. ബാഗുമെടുത്ത് കാറിൽ നിന്നിറങ്ങുമ്പോൾ ഗായത്രി പറഞ്ഞു. വെൽക്കം. ഗായത്രി പോയിക്കോളൂ, ഞാൻ വന്നേക്കാം, കാറിൽ നിന്നിറങ്ങാതെ ആതിര പറഞ്ഞു. ഗായത്രി പോയി. എന്താ മോളെ, നിനക്കെന്താ പറയാണ്ടെന്ന് തോന്നുന്നല്ലോ? അവൾക്ക് നേരെ തിരിഞ്ഞിരുന്നുകൊണ്ട് പ്രേംദാസ് ചോദിച്ചു. മമ്മി കാരണം ഞാനിന്നലെ ഗായത്രിയുടെ മുൻപിൽ നാണം കെട്ടുപോയി പ്രേമേട്ട, അവൾ വേദനയോടെ പറഞ്ഞു. എന്താ ഉണ്ടായത്? ജയശങ്കറിൻ്റെ കാറിൽ മമ്മി വന്ന കാര്യവും അവൾ കണ്ട കാഴ്ചകളും ഒരു വിധത്തിൽ അവൾ അയാളെ പറഞ്ഞു കേൾപ്പിച്ചു. പ്രേംദാസിൻ്റെ മുഖത്ത് പെട്ടെന്ന് ഗൗരവം വന്നു നിറഞ്ഞു. ജയശങ്കർ, അവനെ ഞാൻ നോട്ടമിട്ടിരിക്കുകയാണ് മോളെ. നീ വിഷമിക്കേണ്ട, ഞാൻ അവനെ കൈകാര്യം ചെയ്തോളാം. പ്രേമേട്ടൻ ആരോടും വഴക്കിനൊന്നും പോകരുത്. ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. ഇല്ല മോളെ, ഞാൻ ആരെയും തല്ലുകയില്ല. സ്നേഹമാണ് എൻ്റെ ആയുധം. മോൾ വിഷമിക്കേണ്ട, പോയിക്കോളൂ. പ്രേംദാസ് ആക്സിലേറ്ററിൽ കാലമർത്തി. സ്പീഡോമീറ്ററിൽ സൂചി 60-ൽ നിന്ന് 70-ലേക്ക് ഉയർന്നു. എന്താണ് അവൻ്റെ ഭാര്യയുടെ പേര്? ഗീത. അയാളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഗായത്രി അന്ന് പ്രാക്ടിക്കൽ കഴിഞ്ഞ് ലാബിൽ നിന്നിറങ്ങിയപ്പോൾ മണി 4:30. 3:45-ന് ക്ലാസുകൾ തീരും. ലൈബ്രറിയിൽ ചെന്ന് നോക്കിയപ്പോൾ ആതിരയില്ല. അവൾ ഹോസ്റ്റലിലേക്ക് പോയിട്ടുണ്ടാവുമെന്ന് ഗായത്രി ഊഹിച്ചു. കോളേജിന് മുന്നിലെ പടർന്നു പന്തലിച്ച മാവിൻ ചൂട്ടിൽ ദിനേശ് ആരെയോ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. സമീപത്ത് സ്റ്റാൻഡിലിട്ട് വെച്ച ബൈക്ക്. ഗായത്രിയെ കണ്ട് അയാൾ പുഞ്ചിരിച്ചു. കാത്തുനിന്നത് വെറുതെയായല്ലോ ദിനേശ്. ആതിരയൊന്ന് നേരത്തെ പോയി. ഞാൻ കാത്തുനിന്നത് ഗായത്രിയെ കാണാനാണ്. എന്നെയോ? പരിഭ്രമത്തോടെ അവൾ ചോദിച്ചു. പേടിക്കണ്ട, ആതിരയെക്കുറിച്ച് ചില കാര്യങ്ങൾ അറിയാനാണ്. ഗായത്രി എന്നെ സഹായിക്കണം. അയാൾ അറിയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് പറയാതെ തന്നെ അവൾക്ക് മനസ്സിലായി. എന്താണ് ദിനേശിന് അറിയേണ്ടത്? എങ്കിലും അവൾ ചോദിച്ചു. ഗായത്രിക്കറിയാമല്ലോ, വളരെ യാദൃശ്ചികമായിട്ടാണ് ആതിരയെ ഞാൻ പരിചയപ്പെട്ടത്. അവളുടെ പതിഞ്ഞ സ്വഭാവമാണോ വിഷാദഭാവമാണോ എന്നെ ആകർഷിച്ചതെന്ന് എനിക്കറിയില്ല. എന്തായാലും ആതിരയെ എനിക്ക് വല്ലാതെ ഇഷ്ടമായി. അവളെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ന്യായമായ ആഗ്രഹമാണ് ദിനേശിൻ്റേത്, സമ്മതിക്കുന്ന മട്ടിൽ ഗായത്രി പറഞ്ഞു. ആദ്യമൊക്കെ ആതിര എന്നോട് ശരിക്കും അടുപ്പം കാണിച്ചിരുന്നു. ഇപ്പോൾ അവൾ മനഃപൂർവ്വം പിൻവലിയുകയാണ്. എന്താണ് അതിൻ്റെ കാരണമെന്ന് എനിക്കറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. എന്ത് മറുപടിയാണ് ദിനേശിനോട് പറയുക? തൻ്റെ ആയുസ് തീരാറായി എന്ന്, ഏത് ദിവസവും താൻ മരിച്ചേക്കാമെന്നും ആണ് പൊട്ടിപ്പെണ്ണിൻ്റെ വിചാരം. ദിനേശിനെ വെറുതെ ദുഃഖിപ്പിക്കേണ്ട എന്ന് വിചാരിച്ച് മാത്രമാണ് അവൾ സ്വയം പിന്മാറുന്നത്. ആതിര മറ്റാരെയെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ? അതാണ് എനിക്ക് ആദ്യം അറിയേണ്ടത്. ഇല്ല ദിനേശ്. എന്താണ് അങ്ങനെ തോന്നാൻ കാരണം? ബുക്കുകൾ മാറത്തേക്ക് ചേർത്ത് പിടിച്ച് അവൾ ചോദിച്ചു. വേറൊരു കാമുകനുണ്ടെന്ന് എങ്ങും തൊടാതെ ആതിര ചിലപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആരാണ് ആ കാമുകനെന്ന് ദിനേശിനറിയണോ? വിഷാദം കലർന്ന ഒരു ചിരിയോടെ അവൾ ചോദിച്ചു. ആരാണ്? മരണം. മരണമോ? മനസ്സിലാകാത്തതുപോലെ ദിനേശ് ചോദിച്ചു. ഇടയ്ക്കൊക്കെ അവൾ തലചുറ്റി വീഴാറുണ്ട്. ബ്രെയിൻ ട്യൂമറാണെന്നാണ് അവളുടെ വിശ്വാസം. മരണത്തെ കാത്തിരിക്കുന്ന തനിക്ക് വേറൊരു കാമുകവും കൂടി വേണ്ടെന്ന് അവൾ പറഞ്ഞത്. ദിനേശ് ദീർഘമായൊന്ന് നിശ്വസിച്ചു. ആശ്വാസമായി. ഞാൻ വിചാരിച്ചത് വേറെ പലതുമാണ്. ആതിരയ്ക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഏതെങ്കിലും നല്ല ഡോക്ടറെ കണ്ടാൽ പോരെ? ഞാനത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ദിനേശ്. പക്ഷേ അവൾക്ക് പോകാൻ പേടിയാണ്. ഇപ്പോൾ വെറും സംശയമല്ലേ ഉള്ളൂ. ഡോക്ടർ നോക്കിയിട്ട് കൺഫേം ചെയ്താൽ സകല പ്രതീക്ഷയും അതോടെ തകരുകയില്ലേ എന്നാണ് അവളുടെ മറുപടി. അപ്പോൾ ആതിരയ്ക്ക് എന്നോട് സ്നേഹക്കുറവൊന്നുമില്ല? വീണ്ടും അയാൾ ചോദിച്ചു. അവൾ ജീവന് തുല്യം സ്നേഹിക്കുന്ന 2 പേരിൽ ഒരാളാണ് ദിനേശേ നിങ്ങൾ. ആരാണ് മറ്റേയാൾ? അവളുടെ ബ്രദർ പ്രേമേട്ടൻ. പ്രേംദാസിനെ ഒരിക്കൽ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. എ നൈസ് മാൻ. അമ്മയുടെ ഗ്രീൻ സിഗ്നൽ കിട്ടിയാൽ ഞാൻ ചെന്ന് പ്രേംദാസിനെ കാണും. അപ്പോൾ ആതിരയുടെ സമ്മതം വേണ്ടേ?
ദിനേശ് അവളെ നോക്കി. ആതിര സമ്മതം തരില്ലേ? ഞാൻ പറഞ്ഞില്ലേ അവളുടെ പേടി. അതൊക്കെ വെറും പേടിയാണ്. ഞാനതൊന്നും കാര്യമാക്കുന്നില്ല. എനിക്ക് ആതിരയെ വേണം ഗായത്രി. അയാളുടെ സ്വരത്തിന് നിശ്ചയദാർഢ്യമുണ്ടായിരുന്നു. ഗായത്രിക്ക് അത് മനസ്സിലാവുകയും ചെയ്തു. എൻ്റെ ആശംസകൾ. ദിനേശ് പ്രൊസീഡ് ചെയ്തോളൂ. ഇക്കാര്യത്തിൽ എൻ്റെ എല്ലാവിധ സഹായങ്ങളും പ്രതീക്ഷിക്കാം. അടുത്ത സൺഡേ ഞാൻ അമ്മയെയും കൊണ്ട് ഹോസ്റ്റലിലേക്ക് വരുന്നു. അമ്മയെ കാണാൻ ആതിരയ്ക്ക് വിസമ്മതമുണ്ടോ എന്നറിയണം. വന്നിട്ട് ഞാൻ വെറുതെ നാണം കെടാതിരിക്കാനാണ്. ഞാൻ ചോദിക്കാം ദിനേശ്. എന്നിട്ട് നാളെ തന്നെ എനിക്ക് ഫോൺ ചെയ്യുമോ? ദിനേശ് ധൈര്യമായി പോയിക്കോളൂ. ആതിരയെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. താങ്ക്സ് ഗായത്രി. അയാൾ ബൈക്ക് സ്റ്റാർട്ടാക്കി. നാളെ വിളിക്കില്ലേ? തീർച്ചയായും, അവൾ പറഞ്ഞു. ആഹ്ലാദത്തോടെ അയാൾ പോകുന്നത് നോക്കി ഗായത്രി ഒരു നിമിഷം നിന്നു. പിന്നെ മെല്ലെ ഹോസ്റ്റലിലേക്ക് നടന്നു. ടൈം പീസിൽ മണി 9. ടേബിൾ ലാമ്പിൻ്റെ വെളിച്ചത്തിരുന്ന് ആതിര എന്തോ വായിക്കുന്നു. ഗായത്രി പിന്നിൽ ചെന്ന് നോക്കി. നോവലല്ല, പഠിക്കാനുള്ള പുസ്തകമാണ് അവൾ വായിക്കുന്നത്. ദിനേശിൻ്റെ കാര്യം അവതരിപ്പിക്കാൻ ഇതുവരെ സൗകര്യം കിട്ടിയില്ല. നല്ല സമയം നോക്കി സംസാരിക്കാൻ കാത്തിരുന്നതാണ്. 10 മണിക്ക് ലൈറ്റുകൾ ഓഫാക്കണമെന്നാണ് ഹോസ്റ്റലിലെ നിയമം. പരീക്ഷാകാലത്ത് മാത്രം ഇത്തിരി ഇളവുണ്ട്. പിന്നെ മെഴുകുതിരി തന്നെ ശരണം. ഗായത്രി ഫിസിയോളജി ടെക്സ്റ്റ് എടുത്ത് തുറന്നു. പക്ഷേ വായിച്ചിട്ട് അവളുടെ മനസ്സിലൊന്നും പതിഞ്ഞില്ല. ആതിരയെക്കുറിച്ചായിരുന്നു ചിന്ത മുഴുവൻ. പരിചയപ്പെടുന്ന കാലത്ത് അധികം സംസാരിക്കാത്ത സ്വഭാവമായിരുന്നു ആതിരയ്ക്ക്. എന്തൊക്കെയോ സ്വകാര്യ ദുഃഖങ്ങൾ അവളെ അലട്ടുന്നുണ്ടെന്ന് അന്നേ തോന്നിയിരുന്നു. വീടിനെക്കുറിച്ച് സംസാരിക്കുവാൻ അവൾ ഇഷ്ടപ്പെട്ടിരുന്നില്ല. സമ്പന്നയായ ഒരു പെൺകുട്ടിക്ക് എന്ത് ദുഃഖമുണ്ടാവാനാണ് എന്നായിരുന്നു ഗായത്രിയുടെ സംശയം. ആതിരയുടെ വീട്ടിലേക്കൊന്ന് പോകാൻ കഴിഞ്ഞതോടെ ആ സംശയം മാറിയിരിക്കുന്നു. ഡാഡി ഒരു വഴിയെ, മമ്മി മറ്റൊരു വഴിയെ, സഹോദരങ്ങൾ 3 പേരും 3 ദിനേശ് അവളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട്. അവൾക്ക് ഇതുവരെ കിട്ടാതെ പോയ സ്നേഹവും സുരക്ഷിതത്വ ബോധവും അയാൾക്ക് നൽകാൻ കഴിയും. ഒരു കൂട്ടുകാരി എന്ന നിലയിൽ ആതിരയെ സഹായിക്കാനുള്ള ബാധ്യത തനിക്കുണ്ട്. ആതിര പുസ്തകം അടച്ചു വെച്ചിട്ട് എഴുന്നേറ്റു. എന്താ, തീർന്നോ ഇന്നത്തെ പരിപാടി? ഗായത്രി ചോദിച്ചു. ഉറക്കം വരുന്നടി, കോട്ടുവായിട്ടുകൊണ്ട് ആതിര പറഞ്ഞു. എന്നാൽ ഇവിടെ വന്നിരിക്കേ, നിന്റെ ഉറക്കം പോകുന്ന ഒരു കാര്യം ഞാൻ പറയാം. ആതിര വന്ന് ഗായത്രിയുടെ കിടക്കയിലിരുന്നു. പറ. ഞാൻ നിന്ന് ശ്രീമാൻ ദിനേശ് മേനോനെ കണ്ടു. എപ്പോൾ? പ്രാക്ടിക്കൽ കഴിഞ്ഞ് ഞാനിറങ്ങി വന്നപ്പോൾ അയാൾ എന്നെ കാത്ത് നമ്മുടെ ചക്കര ചീര ചൂട്ടിൽ നിൽക്കുന്നു. ദുഷ്ടൻ. ഇതുവരെ എന്നോട് ഭയങ്കര പ്രേമമാണെന്ന് പറഞ്ഞു നടന്നിട്ട് ഇപ്പം നിന്റെ പുറകെ കൂടിയോ? കപട ദേഷ്യം ഭാവിച്ച് അവൾ ചോദിച്ചു. ആ മാറിനെ ഒഴിഞ്ഞു പോയതിൽ നീ ആശ്വസിക്കുകയല്ലേ വേണ്ടത്? അത് നേരാണ്, ബോധമുദിച്ചതുപോലെ ആതിര പറഞ്ഞു. എന്നാൽ അങ്ങനെയൊന്നും ഒഴിഞ്ഞു പോകുന്ന മാരണമല്ലിത്. നിന്നെ കാണിക്കാൻ ദിനേശ് അമ്മയെയും കൊണ്ട് വരുന്നു അടുത്ത ഞായറാഴ്ച. എന്നെ കാണാനോ? വിശ്വസിക്കാനാവാതെ അവൾ ചോദിച്ചു. അതെ, പെണ്ണ് കാണൽ എന്നൊരു ചടങ്ങുണ്ടല്ലോ, അതിന് തന്നെ. എന്നെ ആരും പെണ്ണ് കാണണ്ട, ഞാനതിന് സമ്മതിക്കത്തില്ല. എന്ന് വെച്ചാൽ എന്നെ കാണാതെ അവർക്ക് തിരിച്ചു പോകേണ്ടി വരും. അപ്പോൾ നിനക്ക് ദിനേശിനെ കല്യാണം കഴിക്കണ്ട? ദിനേശിനെയല്ല, ഒരാളെയും ഞാൻ കല്യാണം കഴിക്കുകയില്ല. വിവാഹ ജീവിതം എന്നൊന്നും എനിക്ക് വേണ്ട. എന്തുകൊണ്ട്? ഡാഡിയുടെയും മമ്മിയുടെയും ദാമ്പത്യം പച്ചയായി എൻ്റെ മുന്നിലുള്ളപ്പോൾ അത്തരമൊരു നഗര ജീവിതത്തിന് ഞാൻ കൊതിക്കുമെന്നാണോ മോളെ നീ വിചാരിക്കുന്നത്? ഇടറിയ സ്വരത്തിൽ ആതിര ചോദിച്ചു. എല്ലാ ഭാര്യ ഭർത്താക്കന്മാരും നിന്റെ മമ്മിയെയും ഡാഡിയെയും പോലെയാണെന്ന് നീ വിചാരിക്കുന്നുണ്ടോ ആതിരെ? ഇല്ല, പക്ഷേ ഒരു ഭാഗ്യ പരീക്ഷണത്തിന് ഞാനില്ല ഗായത്രി. അത് തന്നെയുമല്ല. വേറെന്താണ്? സ്നേഹിക്കുന്നവരെ ദുഃഖിപ്പിക്കാൻ എനിക്ക് വയ്യ. ഞാൻ മുമ്പ് പലപ്പോഴും നിന്നോട് പറഞ്ഞിട്ടില്ലേ, ദിനേശിൻ്റെ സ്നേഹം ഞാൻ ഉപേക്ഷിക്കാൻ തയ്യാറായത് പിന്നീട് ദിനേശ് വേദനിക്കാതിരിക്കാനാണ്. കല്യാണത്തിന് ശേഷമാണ് ഞാൻ മരിക്കുന്നതെങ്കിൽ അക്കാര്യം പറയാതിരിക്കൂ. എനിക്കറിയേണ്ടത് ഇത് മാത്രമാണ്. ദിനേശിനെ നീ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ടോ? അയാളെ നിനക്കിഷ്ടമാണോ? സ്നേഹത്തിൻ്റെ കൈക്കുമ്പിളുമായി നിൽക്കുന്ന അത്തരമൊരു ചെറുപ്പക്കാരനെ ഇഷ്ടപ്പെടാതിരിക്കുവാൻ ഏത് പെണ്ണിനാണ് കഴിയുക? ആശ്വാസമായി. നാളെ ഞാൻ ദിനേശ് ഫോൺ ചെയ്യാൻ പോകുന്നു. ഞായറാഴ്ച അമ്മയെ കൊണ്ടുവരാൻ. അരുത് മോളെ, അത് വേണ്ട. വേണം. എൻ്റെ അഭ്യർത്ഥന സ്വീകരിക്കാൻ നിനക്ക് വയ്യെങ്കിൽ വേണ്ട. നീ എന്നെ അത്രയേ സ്നേഹിക്കുന്നുള്ളൂ ഞാൻ മനസ്സിലാക്കിക്കൊള്ളാം. ആതിര നിസ്സഹായതയോടെ അവളെ നോക്കി. ഊണ് കഴിക്കാൻ പോകാൻ ദിനേശ് വർക്ക് സൈറ്റിൽ നിന്ന് വന്നപ്പോഴാണ് മാനേജർ സുദർശൻ ആ ഫോൺ കോളിനെ കുറിച്ച് പറഞ്ഞത്. ദിനേശ് സാറിന് കുറച്ചു മുമ്പേ ഒരു ഫോൺ കോൾ ഉണ്ടായിരുന്നു. ആരാ വിളിച്ചത്? ഗായത്രി എന്നാണ് പറഞ്ഞത്. എന്തെങ്കിലും മെസ്സേജ് തന്നോ? ആകാംക്ഷയോടെ അയാൾ ചോദിച്ചു. ഇല്ല, വരുമ്പോൾ ഒന്ന് വിളിക്കാൻ പറഞ്ഞു. ദിനേശ് വാച്ചിൽ നോക്കി. മണി 1:30. ഗായത്രി ഇപ്പോൾ ഹോസ്റ്റലിലുണ്ടാവും. അപ്പോൾ തന്നെ അയാൾ അവൾക്ക് ഫോൺ ചെയ്തു. അവൾ ലൈനിൽ വരാൻ 2 മിനിറ്റ് എടുത്തു. 2 മിനിറ്റ് 2 മണിക്കൂർ പോലെയാണ് അയാൾക്ക് അനുഭവപ്പെട്ടത്. ഹലോ, ഗായത്രിയാണ്. ഒടുവിൽ അവളുടെ സ്വരം കേട്ടു. ഇത് ഞാനാണ് ഗായത്രി, ദിനേശ്. ഞായറാഴ്ച അമ്മയെയും കൊണ്ട് വന്നോളൂ, അവൾ പറഞ്ഞു. ആതിര സമ്മതിച്ചോ? ആഹ്ലാദത്തോടെ അയാൾ ചോദിച്ചു. അമ്മയ്ക്ക് ആതിരയെ കണ്ടാൽ പോരെ? അത് സാധിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ബാക്കിയൊക്കെ ഭാഗ്യം പോലെ. താങ്ക്സ് ഗായത്രി. ഞങ്ങൾ ഞായറാഴ്ച രാവിലെ വരാം. ബ്രോക്കർ ഫീസ് തരാൻ മറക്കരുത് കേട്ടോ, കളിയായി അവൾ പറഞ്ഞു. പണമായിട്ടോ അതോ സഹായമായിട്ടോ? എന്ത് സഹായം? ഗായത്രിക്ക് മനസ്സിലായില്ല. പകരം ഞാൻ ഗായത്രിക്ക് വേണ്ടി ബ്രോക്കർ പണി ചെയ്യുന്നു. എനിക്കൊരു ഫ്രണ്ടുണ്ട്, ശ്യാമപ്രസാദ്. ഡോക്ടറാണവൻ. ഗായത്രിക്ക് അവൻ നല്ല ചേർച്ചയായിരിക്കും. എന്താ ആലോചിക്കട്ടെ? ചിരിച്ചുകൊണ്ട് അയാൾ ചോദിച്ചു. ആദ്യം സ്വന്തം കാര്യം നോക്ക്, എന്നിട്ട് മതി മറ്റുള്ളവരെ സഹായിക്കാൻ പോകുന്നത്.
അത്രയേ ഉള്ളൂ മാഡം. സന്തോഷത്തോടെ ദിനേശ് ഫോൺ വെച്ചു. ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് അയാൾ ബൈക്കിൽ വീട്ടിലേക്ക് തിരിച്ചു. ബൈക്കിൽ കഷ്ടിച്ച് 1 മണിക്കൂർ യാത്ര. ആതിരയെക്കുറിച്ച് അമ്മയോട് പറയണം. രാവിലെ അമ്മയെയും കൊണ്ട് അവളെ കാണാൻ വരണം. എല്ലാം ശരിയായി വന്നാൽ പരീക്ഷ കഴിഞ്ഞ് കല്യാണം. കുറേ നാളായി കല്യാണക്കാര്യം പറഞ്ഞ് അമ്മ ശല്യപ്പെടുത്താൻ തുടങ്ങിയിട്ട്. അമ്മയെ കുറ്റം പറയാൻ പറ്റില്ല. 4 വർഷം മുമ്പ് അച്ഛൻ മരിച്ചതിന് ശേഷം അമ്മ തനിച്ചാണ് വീട്ടിൽ. സഹായത്തിന് അകന്ന ബന്ധത്തിൽപ്പെട്ട ഭവാനി അമ്മയെ മാത്രമുണ്ട്. ആതിരയെ കണ്ടാൽ അമ്മയ്ക്ക് അവളെ ഇഷ്ടപ്പെടാതിരിക്കില്ല. അടക്കവും ഒതുക്കവുമുള്ള ശാലീനയായ ഒരു പെൺകുട്ടിയെയാണ് മരുമകളായി കിട്ടാൻ അമ്മ ആഗ്രഹിക്കുന്നത്. ദിനേശ് ചെന്നപ്പോൾ വീടിൻ്റെ ഗേറ്റ് അടഞ്ഞു കിടക്കുന്നു. വണ്ടിയിൽ നിന്നിറങ്ങാതെ തന്നെ ഗേറ്റ് തുറന്ന് അയാൾ അകത്തേക്ക് കയറി. ശബ്ദം കേട്ട് ഇറങ്ങി വന്നത് ഗിരിജയാണ്. വല്യമ്മാവൻ്റെ മകളാണ് ഗിരിജ. BSc പാസ്സായ ശേഷം കമ്പ്യൂട്ടർ കോഴ്സിന് ചേർന്നിരിക്കുകയാണ് അവൾ. 4-5 വീടുകൾക്കപ്പുറത്താണ് തറവാട്. തറവാട്ടിൽ വല്യമ്മാവനും കുടുംബവുമാണ് താമസം. ഹായ് ദിനേശേട്ടൻ, ഞാൻ ഇന്ന് ഏട്ടൻ്റെ കാര്യം ഓർത്തതേയുള്ളൂ. അപ്പോഴേക്കും വന്നുല്ലോ, അവൾ ആശ്ചര്യത്തോടെ പറഞ്ഞു. നീയപ്പം വന്നു? അവൾ പറഞ്ഞത് ശ്രദ്ധിക്കാതെ അകത്തേക്ക് നടന്നുകൊണ്ട് ദിനേശ് ചോദിച്ചു. കുറച്ചു നേരമായി എന്നെ വീടേൽപ്പിച്ചിട്ട് ചെമ്പകത്തറയിലെ ശാരദമ്മയുടെ അസുഖം അന്വേഷിച്ച് പോയേക്കുവാ അപ്പച്ചിയും ഭവാനി ചിറ്റയും. അപ്പോൾ അമ്മയുടെ ഇല്ലേ? ഇല്ല. അതിനെന്തിനാ ഏട്ടൻ വിഷമിക്കുന്നേ? ഞാനിവിടെ ഇല്ലേ? ചായ വേണമെങ്കിൽ ഞാനുണ്ടാക്കി തരാമല്ലോ. അയാൾക്ക് എന്തെങ്കിലും പറയാൻ കഴിയും മുമ്പേ ഗിരിജ അടുക്കളയിലേക്ക് ഓടി. ദിനേശ് മുറിയിൽ ചെന്ന് ഷർട്ടും ജീൻസും മാറ്റിയിട്ട് ഒരു മുണ്ടെടുത്ത് കൊടുത്തു. അമ്മ തനിച്ച് ഒരിടത്ത് പോവുകയില്ല. ഭവാനി അമ്മായിയെയും കൂട്ടും. അമ്മയേക്കാൾ 2 വയസ്സിന് എളുപ്പമാണ് അമ്മായി. ഭർത്താവ് മരിച്ചു, കുട്ടികളുമില്ല. ദിനേശ് മുൻവശത്തേക്ക് വന്നു. അമ്മയും അമ്മായിയും ഇനി എപ്പോൾ വരുമോ ആവോ? ഗിരിജ ചായയും കൊണ്ട് വന്നു. നിനക്ക് വീട്ടിൽ പണിയൊന്നുമില്ല പെണ്ണേ? ചായ വാങ്ങിക്കൊണ്ട് ദിനേശ് ചോദിച്ചു. ആര് പറഞ്ഞു പണിയില്ലെന്ന്? അല്ല, ഇങ്ങനെ ഊരു ചുറ്റി നടക്കുന്നതുകൊണ്ട് ചോദിച്ചതാ. ഇതെൻ്റെ അപ്പച്ചിയുടെ വീടാ. ഇവിടെ വരുന്നത് ഊരു ചുറ്റി നടക്കലല്ല, മനസ്സിലായോ? ദിനേശ് ചിരിച്ചു. അതിരിക്കട്ടെ, ചായ നന്നായിട്ടുണ്ടോ? വലിയ കുഴപ്പമില്ല, കുടിക്കാൻ കൊള്ളാം. എന്നേയുള്ളൂ? നിരാശ ഭാവിച്ച് അവൾ ചോദിച്ചു. അല്ല, നല്ല അസല് ചായ പോരെ? അതൊന്ന് എഴുതി തരുമോ ദിനേശേട്ടാ? അവൾ പെട്ടെന്ന് ചോദിച്ചു. എന്തിനാ എൻ്റെ സർട്ടിഫിക്കറ്റ്? പെണ്ണ് കാണാൻ ആരെങ്കിലും വരുമ്പോൾ കാണിക്കാനാ, ക്വാളിഫിക്കേഷനായിട്ട്. അയാൾക്കൊരു തമാശ തോന്നി. ശരി, പേനയും കടലാസും കൊണ്ടുവാ. ഗിരിജ ഉത്സാഹത്തോടെ അകത്ത് ചെന്ന് പഴയ ഏതോ നോട്ട് ബുക്കിൽ നിന്ന് ഒരു കടലാസ് ചീന്തിയെടുത്ത് പേനയുമായി വന്നു. ഇതാ, എഴുതി തരൂ. ദിനേശ് കടലാസ് വാങ്ങി എഴുതി. മാതാനത്ത് ശ്രീമാൻ ഭാസ്കർ മേനോൻ അവർകളുടെ മകൾ കുമാരി ഗിരിജ മേനോനെ ഒന്നാന്തരമായി ചായ ഉണ്ടാക്കാൻ അറിയുമെന്ന് സ്വന്തം അനുഭവത്തിൻ്റെ പിൻബലത്തിൽ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളുന്നു എന്ന് SR ദിനേശ് മേനോൻ, BTech സിവിൽ. ഗിരിജ അത് വാങ്ങി വായിച്ചു നോക്കി. എന്നിട്ടത് അയാൾക്ക് തന്നെ തിരിച്ചു കൊടുത്തു. എനിക്കെന്തിനത്? അയാൾ ചോദിച്ചു. ഇത് ദിനേശേട്ടനുള്ളതാ. എന്ന് വെച്ചാൽ? അപ്പച്ചി വരുമ്പോൾ ചോദിച്ചാൽ മതി, അന്നേരം മനസ്സിലാവും. ചിരിയമർത്തിക്കൊണ്ട് അവൾ ഓടിയിറങ്ങിപ്പോയി. ദിനേശ് അത് നോക്കി മിഴിച്ചു നിന്നു. കഥ തുടരും.